Hello everybody, welcome to another episode of Math Plus Plus podcast. അപ്പം ഇന്നും എൻ്റെ കൂടെ അർണു അരവിന്ദും ഉണ്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ പോഡ്കാസ്റ്റ് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ മിക്കവാറും ഒന്നെങ്കിൽ ഇപ്പം ജോലിക്ക് എൻ്റർ ചെയ്യുന്ന ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ അവർ ജോലിയിൽ 1 or 2 years എക്സ്പീരിയൻസ് ചെയ്ത ആൾക്കാരായിരിക്കും, സ്റ്റുഡൻസ് കാണും. പക്ഷെ എല്ലാവരുടെയും ഒരു ഡൗട്ടാണ്, ലൈക്ക് നമുക്കെല്ലാം ജോലി കിട്ടാൻ പോകുന്ന ആൾക്കാരുടെ ഒരു ഡൗട്ടാണ് ഹൗ തിങ്സ് വിൽ ടേൺ അപ്പ് ഓർ വർക്ക് ഇൻ ഓൾ ഓഫ് ദീസ് ബിഗ് കമ്പനീസ്. ചില ആൾക്കാർ സ്റ്റാർട്ടപ്പിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ ഡൗട്ടായിരിക്കും ഈ വലിയ കമ്പനി ലൈക്ക് ഗൂഗിൾ ഓർ TCS ഹൗ തിങ്സ് വർക്ക് ഓർ തിങ്സ് റൺ. നമ്മളോർത്ത് നമ്മുടെ ആ എക്സ്പീരിയൻസിൽ നമുക്കൊന്ന് ഷെയർ ചെയ്യാം ഹൗ തിങ്സ് വർക്ക് ആൻഡ് ഹൗ പ്രോജക്ട്സ് റൺ. അതായിരിക്കും മെയിൻലി നമ്മളിന്ന് കോൺവെർസേറ്റ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഹോപ്പ് യു ഗൈസ് എൻജോയ് ഇറ്റ്. അപ്പം ഇന്ന് എല്ലാവരും ഡിഫറെൻറ്റ് കമ്പനീസിലാണ് വർക്ക് ചെയ്യുന്നത് ആൻഡ് ഡിഫറെൻറ്റ് സ്കെയിൽ ഓഫ് കമ്പനീസ് ആയിരിക്കും. ഞാൻ പേഴ്സണലി പറയുകയാണെങ്കിൽ ഞാൻ 2% കമ്പനിയിൽ ജോലി ചെയ്തിട്ടുണ്ട്. വേറെ ഫ്രണ്ട് CEO തന്നെ ബാക്കിൽ കൂടി നമ്മളെ ഫ്രണ്ടിൻ്റെ ചെയ്യും. അങ്ങനെ ഒരു കമ്പനി സെറ്റപ്പ് വർക്ക് ചെയ്തിട്ടുണ്ട്. അല്ലാതെ ഹ്യൂജ് സെറ്റപ്പ് ഓഫ് 500 people കമ്പനി വർക്ക് ചെയ്തു. അപ്പം എനിക്ക് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ ഫണ്ടമെൻ്റലി ഒരു പ്രൊജക്റ്റ് എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് എടുക്കുകയാണെങ്കിൽ തന്നെ അവിടെ തന്നെ നല്ല ഡിഫറൻസ് ഉണ്ട്. മനസ്സിലായോ? എന്ന് വെച്ചാൽ ഞാൻ ആദ്യമേ എനിക്ക് തോന്നുന്നു തുടങ്ങിയ കമ്പനി ലൈക്ക് ഭയങ്കര സ്മോൾ ഒരു മുംബൈ കമ്പനിയാണ്. ടീം ഇസ് വെരി ഗുഡ്. ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ ഞാനും CEO മാത്രമേ ഉള്ളൂ. അപ്പം എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു പേടി ഉണ്ടായിരുന്നു ഇതെങ്ങനെ വർക്ക് ഔട്ട് ചെയ്യുന്നത്. ബിക്കോസ് നമ്മൾ കേൾക്കുന്ന കമ്പനീസ് എല്ലാം കുറേ എംപ്ലോയീസ് ഉണ്ട്, കുറേ സ്ട്രക്ചർ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ഡൗട്ടായിരുന്നു, ഇത് പ്രോപ്പറായിട്ട് സാലറി കിട്ടുമോ, ഇനി ഇതൊക്കെ ഉടായിപ്പാണോ, അങ്ങനെ തന്നെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പം ബേസിക്കലി പക്ഷെ ഞാൻ കണ്ടെന്ന് വെച്ചാൽ തിങ്സ് ആർ വെരി അൺസ്ട്രക്ചർഡ്, പക്ഷെ തിങ്സ് ആർ മൂവിങ് വെരി ഫാസ്റ്റ് എന്ന് വെച്ചാൽ സ്ട്രക്ചർ ഇല്ല. ഇന്നൊരു ഫീച്ചർ പറയും, അത് ഡെമോ ടുമോറോ. പക്ഷെ ദ ക്ലയന്റ്സ് ആർ വെരി ബിഗ്. സ്മോൾ കമ്പനി ആണെങ്കിൽ പോലും ക്ലയന്റ് ബേസ് ഇച്ചിരി വലിയതാണ്. എന്ന് വെച്ചാൽ വലിയ കമ്പനീസിനെ കാറ്റർ ചെയ്യുന്ന ഒരു കമ്പനിയായിരുന്നു. അത് ഇതൊന്നു ഡിപെൻഡ്സ് ഓൺ ദ ഡൊമൈൻ. നീ B2B ഇതിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. ഞാൻ ആദ്യമേ പെട്രോളിയം ആ ഒരു ഡൊമൈനിലായിരുന്നു. ഞാൻ B2C ആയിരുന്നു. അപ്പൊ ഞങ്ങളുടെ ക്ലയന്റ് ബേസ് അത്ര വലിയതല്ലായിരുന്നു. സോ ആ ഒരു ഡിഫറൻസ്. അപ്പം അങ്ങനെ അവിടെ തന്നെ ഒരു കോൺട്രാസ്റ്റ് ഉണ്ട്. ചെറിയ കമ്പനീസ് ആണ്, പക്ഷെ ആ ക്ലയൻസിന്റെയോ അല്ലെ കസ്റ്റമേഴ്സിന്റെ ഒരു ഡിഫറൻസ് നല്ല ഡിഫറൻസ് ഉണ്ട്. നമ്മുടെ ക്ലയന്റ് ബേസ് ആരാന്ന് അനുസരിച്ചും നമ്മുടെ സ്കെയിൽ, നമ്മുടെ സ്ട്രക്ചർ, അവിടെ തന്നെ നമ്മുടെ സ്ട്രക്ചറും കമ്മ്യൂണിക്കേഷനും അതർ എൻഡിലുണ്ട്. എന്നുവെച്ചാൽ അത്യാവശ്യം കുറെ ആൾക്കാർ കാണും, പക്ഷെ കസ്റ്റമേഴ്സ് കാണത്തില്ല. അതും ശരി, അതും കറക്റ്റ്. എനിക്ക് തോന്നുന്നു മിക്കവാറും ഉള്ള ആൾക്കാരുടെ ഡൗട്ട് എന്ന് വെച്ചാൽ ഒരു MNCയിൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കമ്പനിയിൽ പ്രോജക്റ്റ് അല്ലെങ്കിൽ ഒരു ഫീച്ചറോ അല്ലെങ്കിൽ എന്തെങ്കിലും എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും, അല്ലെങ്കിൽ എങ്ങനെ നിങ്ങളുടെ. അപ്പം നമുക്ക് ആദ്യം മറ്റേ കോണ്ടെക്സ്റ്റ് സെറ്റ് ചെയ്യാം. നമ്മുടെ സ്റ്റാർട്ടപ്പ് വെച്ചാണോ ഇത് പറയുന്നത്, അതോ MNC എന്നാണ് പറയുന്നത്? അല്ല, ഇതൊക്കെ നമ്മുടെ ഒരു പെർസ്പെക്റ്റീവ്, നമ്മൾ വർക്ക് ചെയ്തേക്കുന്ന സ്ഥലങ്ങളും നമ്മൾ കണ്ടിട്ടുള്ള സ്ഥലങ്ങളും കേട്ടിട്ടുള്ള സ്ഥലങ്ങളും വെച്ചുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. ഇതിന്ന് ഡിഫറെന്റ്, ഇത് മാത്രമല്ല, ഇതിന് ഡിഫറെന്റ് ആയിട്ടുള്ള സ്റ്റൈലിൽ വർക്ക് ചെയ്യുന്ന കമ്പനീസും ഉണ്ട്. നമുക്ക് ആദ്യമേ ഞങ്ങൾ ആദ്യമേ ഒരു സ്റ്റാർട്ടപ്പിലോട്ടാണ് ഞങ്ങൾ 3 പേര് ജോയിൻ ചെയ്തേക്കുന്നത്. അപ്പം ആദ്യമേ അതായിരുന്നു ഞങ്ങളുടെ എൻട്രി പോയിന്റ്. ആൻഡ് ദാറ്റ് ഇറ്റ്സെൽഫ് വാസ് വി തോട്ട് ലൈക്ക് ബേസിക്കലി അതൊരു സ്കാം ആണോ, ലൈക്ക് ബിക്കോസ് നമ്മൾ യൂസ്ഡ് ടു അല്ലേ. നമ്മുടെ പെർട്ടിക്കുലർ കേസിൽ നമ്മൾ 3 പേരും റിമോട്ട് സ്റ്റാർട്ടപ്പ്സിലൂടെ ജോയിൻ ചെയ്തില്ല. ആ ഡിഫറൻസ് ഉണ്ട്. ബിക്കോസ് ബാക്കിയുള്ളവരെല്ലാം നമ്മുടെ ഇൻ ഓഫീസ്. അതെ, എനിക്ക് തോന്നുന്നു ഇപ്പം റിമോട്ട് ഇച്ചിരി നോർമലൈസ് ബിക്കോസ് കോവിഡ് എല്ലാം കഴിഞ്ഞപ്പോൾ. പക്ഷെ നമ്മൾ ജോയിൻ ചെയ്തപ്പോൾ ലൈക്ക് റിമോട്ട് എന്ന് പറഞ്ഞ ഒരു ലക്ഷറി ആയിരുന്നു. ജോലിക്കൊന്നും ഓഫീസിൽ പോകണ്ടേ, ഇതെന്ത് ജോലിയാ, ലൈക്ക് ഈവൻ പേരൻസ് ഇൻക്ലൂഡിങ് വീട്ടിൽ നിന്ന് എങ്ങനെയാ ജോലി അങ്ങനെയൊക്കെ ചോദിക്കും. പക്ഷെ ഐ തിങ്ക് അത് തന്നെ നമുക്കൊരു നമ്മളത് കേട്ടിട്ടില്ലാത്തതുകൊണ്ട് നമുക്കതൊരു പുതിയ കാര്യമല്ല. എനിക്കൊന്ന് പിന്നെ നമ്മുടെ ടീം സൈസും ഭയങ്കര സ്മോൾ ആയിരുന്നു, വെരി സ്മോൾ. ഞാൻ ജോയിൻ ചെയ്തപ്പോൾ ലൈക്ക് 4% കമ്പനി. എന്റെ കേസിലും അതായിരുന്നു. ലൈക്ക് ഓരോ ബാക്കിന്റെ ഒരാള്, മൊബൈലിന് ഒരാള്, ഫ്രണ്ടിന് ഒരാള്, ഫൗണ്ടർ. കറക്റ്റ്. എൻ്റെ കേസിലും അതെ. ഞാൻ ആദ്യമേ ജോയിൻ ചെയ്ത സിംഗപ്പൂർ കമ്പനി ഒരു ഇത്ര പേരൊക്കെ ഉള്ളൂ, 10 people. അത് കമ്പാരിറ്റീവ്ലി ഇച്ചിരി വലുത്, പക്ഷെ വെരി സ്മോൾ കമ്പനി. അപ്പം ആ ഒരു കേസിൽ അപ്പം നിങ്ങൾ ആദ്യമേ എൻട്രി ചെയ്തപ്പം നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു, ലൈക്ക് ഒരു പ്രോജക്റ്റ് നമ്മളൊരു ഫീച്ചർ ചെയ്യുമ്പോൾ വാട്ട് വാസ് യുവർ
life cycle kind of thing? I mean, എൻ്റെ കേസിൽ ഞങ്ങൾക്ക് ഡെയിലി സ്റ്റാൻഡപ്പ് ഉണ്ട്. ഇപ്പം ഫീച്ചർ ഡിസ്കഷൻ, നമ്മൾ പുതിയ ഫീച്ചർ ചെയ്യാൻ പോവാം, ഫൗണ്ടർ ഹോളിൽ വരും. ആ സമയത്ത് നമ്മൾ ഡോക്യുമെൻ്റ് ഒന്നും ചെയ്യത്തില്ല. ബേസിക്കലി ഫൗണ്ടർ നേരെ നമ്മളോട് സംസാരിക്കുക തന്നെ, നമ്മളത് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. ആൻഡ് മേ ബി വിത്തിൻ ദ ഡെവലപ്പർ ടീം ഞങ്ങൾ ഒന്നുകൂടെ ഡിസ്കസ് ചെയ്യായിരിക്കും. ആൻഡ് വി ഗോ ആൻഡ് ട്രൈ ടു ഡെവലപ്പ് ഇറ്റ്, കം ബാക്ക് ആൻഡ് ഡെമോ ഇറ്റ് ടു ദ ഫൗണ്ടർ ദ നെക്സ്റ്റ് ഡേ ഓർ ഇൻ എ കപ്പിൾ ഓഫ് ഡേയ്സ്. ഇതായിരുന്നു ടിപ്പിക്കൽ ഞങ്ങളുടെ ഫ്ലോ. നിങ്ങളുടെ കേസിൽ? എൻ്റെ ആ സിംഗപ്പൂർ കമ്പനിയിൽ ബേസിക്കലി നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്ന ടേം ആയിരുന്നു പ്രൊജക്ട് മാനേജർ. നിങ്ങൾക്ക് അതൊക്കെ ഉണ്ടായിരുന്നോ? എന്നുവെച്ചാൽ ആദ്യത്തെ കമ്പനിയിൽ അതുണ്ടായിരുന്നു. അപ്പൊ അത് ഞാൻ പറഞ്ഞു ഡിഫറൻസ് ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ പ്രൊജക്ട് മാനേജർ, അപ്പൊ എന്താണ് ഈ പ്രൊജക്ട് മാനേജർ എന്ന് തന്നെ നമുക്ക് അറിയത്തില്ലായിരുന്നു. ഓക്കെ, സോ പ്രൊജക്ട് മാനേജർ ഇപ്പോഴത്തെ കോണ്ടെക്സ്റ്റിൽ നമ്മൾ എന്താ പറയുക, ഹി ഓർ ഷീ ഈസ് ദ വൺ ഹു വുഡ് ബി മാനേജിങ് ദ പ്രോജക്റ്റ്. എന്ന് വെച്ചാൽ ഇത് കറക്റ്റായിട്ട് ഡെലിവേർഡ് ആവുമോ, ടൈമിൽ ഡെലിവറി വരുന്നുണ്ടോ, ഇതൊക്കെയാണ് ഒരു പ്രോജക്ട് മാനേജർ നോക്കേണ്ട ഒരു റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറഞ്ഞു. അപ്പം അത് നമ്മൾ മനസ്സിലാക്കുന്നേ ഉള്ളൂ. അപ്പോൾ പുള്ളി വന്നിട്ട് എൻ്റെ കേസിൽ പുള്ളി ഒരു ടാസ്ക് ഇടും, അജോ ദിസ് ഇസ് ദ ടാസ്ക് ഫോർ ദിസ്, പ്ലീസ് ഡു ഇറ്റ് ഫോർ സോ ആൻഡ് സോ ഡേ. അപ്പം ബേസിക്കലി അങ്ങനെ ഒരു ടാസ്ക്. അപ്പോൾ അത് ഫസ്റ്റ് ഓഫ് ഓൾ ന്യൂ ആയിരുന്നു. അപ്പം നോർമലി എനിക്ക് തോന്നുന്നു ഒരു ടാസ്ക്, അഫ്കോഴ്സ് നിങ്ങളൊരു ഡെവലപ്പർ ആണെങ്കിൽ ഒരു ടാസ്ക് തരും, ആ ടാസ്ക് നമ്മൾ സോൾവ് ചെയ്യണം ഇൻ എ കപ്പിൾ ഓഫ് ഡേയ്സ്. ഓക്കെ, സ്റ്റാൻഡപ്പ് ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് ബേസിക്കലി ഒരു മീറ്റിംഗ് പോലെ ഒരു കോണ്ടെക്സ്റ്റ് ആണ്. എല്ലാ ദിവസവും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു കോൾ ടു ഗെറ്റ് എ സ്റ്റേറ്റസ് അപ്ഡേറ്റ് പോലെ. നിങ്ങൾക്ക് മാനേജ്മെന്റ് ടൂൾസ് എല്ലാം ഉണ്ടായിരുന്നു? ജിര അന്ന് ജിര എന്താണെന്ന് പോലും അറിയത്തില്ല. അപ്പം ഈ പ്രോജക്ട് മാനേജ്മെന്റിൽ ഒരു വലിയ ബോർഡ്, നമ്മൾ സാധാരണ കണ്ട ട്രെലോ യൂസ് ചെയ്ത പരിചയമുണ്ട്, പക്ഷെ ട്രെലോനെക്കാട്ടിലും ഇച്ചിരി ഡിഫറെന്റ് ആണ് ജിര വർക്ക് ചെയ്തത്. അപ്പൊ ഇതൊരു ബോർഡ് പോലെ കുറെ കാര്യങ്ങൾ, കുറെ കോളംസ് ഉണ്ട്. എന്ന് വെച്ചാൽ ടു ഡു ഉണ്ട്, ടു ഡു അല്ല ബേസിക്കലി എന്തോ ബാക്ക്ലോഗ് ഉണ്ട്, പിന്നെ നമുക്ക് റെഡി ഫോർ ഡെവ്, ലൈക്ക് ഓൾ ഓഫ് ദീസ് തിങ്സ്. ഇറ്റ് വാസ് വെരി ന്യൂ. പക്ഷെ ഇങ്ങനെ കുറച്ച് കോളംസ് വേറെ സ്റ്റേജസ് ഉണ്ടായിരുന്നു, വേറെ വെച്ച് ദിസ് ടാസ്ക് വുഡ് ബി. ഞങ്ങൾക്ക് ഈ ട്രാക്കിംഗ് ഒന്നും ഇല്ലായിരുന്നു, ഞങ്ങൾ ജസ്റ്റ് വെർബൽ ഇതിലായിരുന്നു റൺ ചെയ്തോണ്ടായിരുന്നു. അതായി പറഞ്ഞില്ല, കമ്പയർ ടു ദാറ്റ് ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആണെങ്കിലും ഭയങ്കര ഒരു ഡിഫറൻസ് ഇത് വരും. എന്റെ കേസിൽ ഒരു എനിക്ക് തോന്നുന്നു ഒരു ഹൈബ്രിഡ് കൈൻഡ് ഓഫ് തിങ് ആയിരുന്നു. നിങ്ങളെ രണ്ടുപേരിനകത്ത് ഒരു ഹൈബ്രിഡ് എന്ന് വെച്ചാൽ നമുക്ക് ഡെയിലി സ്റ്റാൻഡപ്സ് ഉണ്ട്, അതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യും. പക്ഷെ നമുക്കൊരു പ്രൊജക്ട് ബോർഡ്, എനിക്കൊന്ന് ഗിറ്റ്ഹബ് പ്രൊജക്ട്സ് ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടായിരുന്നു. ഗിറ്റ്ഹബ് പ്രൊജക്ട്സോ ട്രെല്ലോ അങ്ങനെ എന്തോ സിമ്പിൾ ഒരു സാധനം, ജീറ പോലെ അത്ര കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല, സിമ്പിൾ ഒരു മറ്റേ കാൻബാൻ സ്റ്റൈലിൽ എന്ന് വെച്ചാൽ ടു ഡു ഇൻ പ്രോഗ്രസ് ഡൺ, ഇത്രേ ഉള്ളൂ കോളംസ്. അപ്പോൾ നമ്മൾ ഓരോ വർക്ക് ഐറ്റം നമ്മൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മൾ ഈ പ്രോഗ്രസ്സിലോട്ട് മാറ്റും, ചെയ്ത് കഴിയുമ്പോൾ ഡണ്ണിലോട്ട് മാറ്റും. അപ്പോൾ അത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സായിരുന്നു. അപ്പം ഇതും സിൻസ് ഇറ്റ്സ് എ 4% കമ്പനി, നമ്മൾ ആൾക്കാരോട് അല്ലെങ്കിൽ ഫൗണ്ടർ എന്ന് പറയും നമുക്ക് ഇങ്ങനെ ഒരു ഫീച്ചർ ഉണ്ട്, ഡിസ്കസ് ചെയ്യണം. അപ്പോൾ നമ്മൾ നമ്മുടെ ഇൻപുട്സും കൊടുക്കും, എന്നിട്ട് നമ്മളത് ഫൈനലൈസ് ചെയ്യും, എന്നിട്ട് നമ്മൾ ബിൽഡ് ചെയ്യും. ബിൽഡ് ചെയ്തിട്ട് ഇതുപോലെ തന്നെ സ്റ്റാൻഡപ്സേ ഉള്ളൂ, അല്ലാതെ ഇങ്ങനെ ഒരു സ്പ്രിന്റ് സൈക്കിളോ 2 വീക്സിൽ ഇങ്ങനെ ഡെലിവറബിൾ വേണം അങ്ങനെ പ്ലാൻ ചെയ്യാനുള്ള ഒരു സിറ്റുവേഷനിൽ ഉണ്ടായിരുന്ന കമ്പനി അല്ല അത്. അപ്പോൾ നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്റ്റൈൽ ഓഫ് വർക്കിംഗ് ആയിരുന്നു. മറ്റേ ആ സ്പ്രിന്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് സ്പ്രിന്റ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇറ്റ്സ് എ ട്രാക്ക് എന്ന് വെച്ചാൽ നമ്മൾ ഡിസൈഡ് ചെയ്യും ഈ ഒരു ഇത്ര സെറ്റ് ഓഫ് ഫീച്ചേഴ്സ് നമുക്ക് ഡെലിവറി ചെയ്യണം വിത്തിൻ ദ സ്പാൻ ഓഫ് 2 weeks or 3 weeks. അതാണ് ഒരു സ്പ്രിന്റ് എന്ന് വെച്ചാൽ നിങ്ങൾ സ്പ്രിന്റ് ചെയ്യാണ് ഈ 2 weeksന് വേണ്ടി ഫോർ ഓൾ ഓഫ് ദീസ് ഫീച്ചേഴ്സ്. പല പേര് നമ്മുടെ ടീമിൽ കാണും, ഫ്രണ്ട് ആൻഡ് ഡെവലപ്പേഴ്സ്, ബാക്ക് ആൻഡ് ഡെവലപ്പേഴ്സ്, ഹു വിൽ ബി കോൺട്രിബ്യൂട്ടിംഗ് ടു ഡിഫറെന്റ് ടാസ്ക്. ബട്ട് അറ്റ് ദി എൻഡ് ഓഫ് ദ സ്പ്രിന്റ് ആ ഒരു 2 weeks കഴിയുമ്പോൾ നമ്മുടെ ഗോള് 3 features അച്ചീവ് ചെയ്യണം, അല്ലെങ്കിൽ 2 features ഡിപ്പെൻഡിങ് ഓൺ കമ്പനി. ഇപ്പം എൻ്റെ കമ്പനിയിലാണെങ്കിൽ ചില പ്രോജക്ട് മാനേജേഴ്സ് ആണെങ്കിൽ ഇച്ചിരി കൂടെ പുഷ് ചെയ്യാൻ നോക്കും. അപ്പം നമ്മുടെ കപ്പാസിറ്റിക്ക് അബവ് ഡെഫിനറ്റ്ലി അതൊരു ബിസിനസ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഡിഫറൻസ് ആണ്. എല്ലാ കമ്പനിക്കും ഡിഫറെന്റ് കൾച്ചർ വരും. അപ്പം ചില ആൾക്കാർക്ക് കുറേ ഫീച്ചേഴ്സ് വരും, ചില ആൾക്കാർക്ക് കുറച്ച് ഫീച്ചേഴ്സേ വരത്തുള്ളൂ. ഇറ്റ്സ് ഡിപ്പെൻസ്, അത് കമ്പനി ടു കമ്പനി വേരി ചെയ്യും. അപ്പം നമ്മുടെ കേസിൽ സ്പ്രിന്റ് എന്ന് പറയുന്ന സാധനം ആദ്യമായിട്ടാണ് കേൾക്കുന്നത്, ഇത് ഡെലിവറി ചെയ്യുന്നത് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അപ്പം അങ്ങനത്തെ ഒരു ഇതാണ് ബേസിക്കലി ഒരു കമ്പനിയിൽ ചെന്ന് കഴിഞ്ഞാൽ ഇതായിരിക്കും ഫസ്റ്റ് തിങ്. എന്ന് വെച്ചാൽ ആസ് എ ഡെവലപ്പർ ദേ വിൽ ബി ഗിവിംഗ് യു ടാസ്ക് which would be assigned over a couple of days which you need to get it done. And ആ ടാസ്ക് എനിക്ക് ഒന്ന് മാനേജ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ടൂൾ യൂസ് ചെയ്യും. അതും ഡിഫറെൻറ്റ് ടൂൾസ് ഉണ്ട്. ട്രെലോ, ഇപ്പം അരവിന്ദ് പറഞ്ഞ പോലെ ട്രെലോ അല്ലെങ്കിൽ ഗിറ്റബ് പ്രോജക്ട്സ്
ജസ്റ്റ് അങ്ങനെ സിമ്പിൾ ആക്കുന്ന കമ്പനീസ് ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു പ്രോബബ്ലി ലൈക്ക് ഒരു ചെറിയ കമ്പനി ആണെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെ ഒരു സ്കെയിലിൽ റൺ ചെയ്യാൻ പറ്റുള്ളൂ. ബട്ട് ഇഫ് യു ഗോ ടു എ ബിഗർ കമ്പനി, ഇപ്പൊ MNCs ഒക്കെ എടുക്കുവാണെങ്കിൽ ഇതിനെക്കാട്ടിലും ലോങ്ങർ സ്റ്റേജസ് ഉണ്ട്, ഇതിനെക്കാട്ടിലും ലോങ്ങർ പ്രോസസ്സും സൈക്കിൾസും ടീംസും കാണും. അപ്പം ഇറ്റ് വേരീസ്. അപ്പം ഇത് കമ്പനി ടു കമ്പനി നമുക്ക് വേരി ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പം അതാണ് ബേസിക്കലി ആ ഒരു ഡെവലപ്പർ ഏതെങ്കിലും ഒരു സ്റ്റാർട്ടപ്പ് ആണെങ്കിലും MNC ആണെങ്കിലും ജോയിൻ ചെയ്യുമ്പം ഇതൊക്കെയാണ് അവർ ഇത് ചെയ്യുന്നത്. ഒരു ടാസ്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. നിങ്ങളുടെ അകത്തപ്പം ഓക്കെ ഒരു ഫീച്ചർ ഡെവലപ്പ് ചെയ്യാൻ പറയുമ്പോൾ നിങ്ങൾ എങ്ങനെ, നിങ്ങൾക്കൊരു ഡോക്യുമെന്റ് ഉണ്ടോ അതോ നിങ്ങൾ വെർബലി മാത്രമേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യത്തുള്ളൂ? ഫസ്റ്റ് കമ്പനി പ്യൂർലി വെർബൽ ആയിരുന്നു. ഞങ്ങൾ ഡോക്യുമെന്റ് ചെയ്യാന്നുള്ളൊരു പരിപാടി ഇല്ല. ഞങ്ങൾ ഡോക്യുമെന്റ് ചെയ്യുന്നത് ഹൗ ടു റൺ ദ ബാക്ക് സെർവർ, ഹൗ ടു റൺ ദ ഫ്രണ്ട്, ഏറ്റവും മിനിമൽ ഡോക്യുമെന്റേഷൻ. ഒരു പുതിയ ഫീച്ചർ വരുമ്പോൾ നമ്മൾ സ്ട്രേറ്റ് അവേ ടു ദ കോഡ് ആയിരുന്നു. എനിക്ക് ഭയങ്കര പാടല്ലേ ലൈക്ക് ഇപ്പം പുള്ളി ഇപ്പൊ അങ്ങനെ വരുവാണെങ്കിൽ ഡോക്യുമെന്റ് ഇല്ലെങ്കിൽ നാളെ ഇപ്പം ഒരു സാധനം പറഞ്ഞു മറ്റന്നാള് വേറെ സാധനം ആക്കി കഴിഞ്ഞാൽ നമുക്ക് പ്രൂഫ് ഇല്ല. പിന്നെ ഒരു ഫോം ഓഫ് ട്രസ്റ്റിലായിരുന്നു സ്റ്റാർട്ടപ്പ് റൺ ചെയ്യുന്നത്. പിന്നെ ഇപ്പം നമ്മൾ ഡെമോ വെച്ചാണെങ്കിലും വി ഷോ ഹൗ ഇറ്റ് വർക്ക്സ്, വി ഷോ ദ കോഡ്. അപ്പം ഫൗണ്ട് ഇറ്റ്സ് കോഡ് ഇലിറ്ററേറ്റീവ് ആയിരുന്നു. സോ ഇറ്റ് വാസ് ഈസി. ഞങ്ങളുടെ കേസിൽ ഇത് വർക്ക് ചെയ്യും. ഡസന്റ് മീൻ ലൈക്ക് ഓൾ അതർ സ്റ്റാർട്ടപ്പ് ദിസ് വിൽ പാൻ ഔട്ട്. എല്ലാ കമ്പനീസിനും ഒരു ക്യാരക്ടറാണ്. അപ്പം ഈ നമുക്കൊരു സ്പെസിഫിക് ഫ്രെയിംവർക്ക് ഒന്നുമില്ല. എല്ലാം ഇപ്പം പല മെത്തഡോളജീസ് ഉണ്ട് പ്രൊജക്ട് റൺ ചെയ്യാൻ, ലൈക്ക് അജൈൽ, അങ്ങനെ ഡിഫറെന്റ് മെത്തഡോളജി. പക്ഷെ അജൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അജൈലിന്റെ ബൗണ്ടറീസിൽ ആയിരിക്കത്തില്ല എല്ലാ കമ്പനീസും. അജൈൽ വൺ കമ്പനി ഡസ് നോട്ട് ഈക്വൽ ടു അതർ വൺ. എനിക്ക് തോന്നുന്നു ആസ് എ കമ്പനി സ്കെയിൽസ് എനിക്ക് തോന്നുന്നു ആ ഫോർമാറ്റ് ഇച്ചിരി സിമിലർ ആവും തോന്നുന്നു. ശരി, വലിയ കമ്പനിയിലോട്ട് പോകുമ്പോൾ ശരിയാ. മോസ്റ്റ് ഓഫ് ദ കമ്പനീസ് ഇവിടെ ലൈക്ക് സം വേ ഓർ ദി അതർ ദേ ആർ കൈൻഡ് ഓഫ് സെയിം. കറക്റ്റ്. അപ്പം എൻ്റെ കമ്പനിയിലാണെങ്കിൽ എന്തോ പ്രൊജക്ട് ഈ റിക്വയർമെന്റ്സ് ആണെങ്കിൽ ഒരു ഡോക്ക് തരും which you can read. പക്ഷെ now that is also a problem. ഇപ്പം അത് ഈ ഡോക്ക് എഴുതുന്ന ആളുടെ ക്രിയേറ്റീവ്നെസ് പോലെ ഇരിക്കും. എന്ന് വെച്ചാൽ ലുക്ക്, ഈ ഡോക്ക് ചുമ്മാ വേണമെങ്കിൽ നമുക്ക് എഴുതാം, ജസ്റ്റ് ചുമ്മാ ഫില്ലപ്പ് ചെയ്ത് കുറെ ഇൻഫർമേഷൻ ചെയ്യാം. പക്ഷെ ആസ് എൻ എഞ്ചിനീയർ ദർ ആർ ഓൺലി, ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ ഇത്രയും നാളും എക്സ്പീരിയൻസിൽ ദർ ആർ ഓൺലി ഫ്യൂ പ്രോജക്ട് മാനേജേഴ്സ് or product managers who understand what an engineer needs and how to write a document. For example, ഒരു ഫീച്ചർ എടുത്തിട്ട് ആ ഫീച്ചറിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. പക്ഷെ എഞ്ചിനീയറിംഗ് വൈസിൽ തിങ്ക് ചെയ്യാന്ന് വെച്ചാൽ ടെക്നിക്കലി അല്ല, പക്ഷെ നമുക്ക് ജനറലി ആസ്ക് ചെയ്യുന്ന കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതെന്താ ഇങ്ങനെ ചെയ്യുന്നത്, ഈ സാധനം. ചില പ്രോജക്ട് മാനേജേഴ്സ് ഞാൻ കണ്ടിട്ടുണ്ട് ചുമ്മാ ഒരു ഫീച്ചർ അങ്ങ് എഴുതി വെക്കും, ബട്ട് അതിനകത്ത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ഒന്നും ആൻസർ ചെയ്തിട്ടില്ല. which means that ഒരു പ്രോജക്ട് മാനേജറിന് അത് പ്രോജക്ട് മാനേജർ അല്ല, പ്രോഡക്റ്റ് മാനേജർ. ഈവൻ പ്രൊഡക്ട് മാനേജർ ടെക്നിക്കലി ഇതിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത് ഐദർ ടെക് ലീഡ് ഓർ സംവൺ ലൈക്ക് ദാറ്റ് ആയിരിക്കും. അല്ലല്ല, അങ്ങനെയല്ല. എന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് വെച്ചാൽ ഇപ്പം ഫോർ എക്സാമ്പിൾ യു ടേക്ക് നമ്മളിപ്പോ ചെയ്യുന്ന പ്രോഡക്റ്റിൽ എടുക്കാം, DSA അല്ലെ ഒരു ക്ലയന്റ് മോഡ്യൂൾ. Now client module എന്താണെന്ന് മാത്രമേ ഇവര് client module is to track clients. So track clients and so the why it is required, because you capturing proper client requirements only you can manage the clients. ചില ആൾക്കാർ ഇവിടെ അങ്ങ് PRD അങ്ങ് നിർത്തും. പക്ഷെ ഇതല്ലല്ലോ PRD. Yes, what are the fields now? Yes, that also is required. Yes. അത് പറയുന്നതിൽ ഞാൻ എന്തോ ചെയ്തിട്ടാണ് ഫീൽഡ് പോയി ഡിസൈൻ ചെയ്തത്, അത് അവിടെ കാണത്തില്ല. എങ്ങനെ ആ ഫീൽഡിനെ ഉണ്ടാക്കുന്നത് ടെക്നിക്സ്, പക്ഷെ ഫീൽഡ് ഇല്ല. ഈ ഫീൽഡ് ക്ലിക്ക് ചെയ്തിട്ട് ഇത് റിക്വയർഡ് ആണോ റിക്വയർഡ് അല്ലയോ, ഇത് ഡ്രോപ്പ് ഡൗൺ ആണോ, എക്സാക്ട്ലി ഇങ്ങനെ. സോ ഇത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത് ചില പ്രോഡക്റ്റ് മാനേജേഴ്സിനെ ഞാൻ കണ്ടിട്ടുള്ളൂ, ഹു ക്യാൻ റൈറ്റ് ദിസ് ഇൻ എ വെരി ഗുഡ് ഫാഷൻ. ഇത്രയും ഫീൽഡ്സേ ഉള്ളൂ, ഇതൊക്കെ ഇതിനകത്ത് റിക്വയർഡ് ആണ്, ഇത് റിക്വയർഡ് അല്ലെങ്കിൽ ഇത് റിക്വയർഡ് ആകുമ്പോൾ ചില ആൾക്കാർ ചില ഞാൻ കണ്ടിട്ടുണ്ട് ചില ഫീൽഡ്സ് ഇന്റർ ഡിപ്പെൻഡന്റ് ആണ്. ഇപ്പൊ ഒരു ഫോം എടുക്കുവാണെങ്കിൽ ഒരു ഫോം ഫില്ല് ചെയ്തിട്ടേ മറ്റു ഫോമിനകത്ത് ആക്റ്റീവ് ആകത്തുള്ളൂ. ഇത് അവർ പറയത്തില്ല. നമ്മൾ ഡെവലപ്പ് ചെയ്ത് കഴിയുമ്പോൾ സോ അങ്ങനത്തെ കുറെ കേസസ് നമ്മൾ എൻകൗണ്ടർ ചെയ്തിട്ടുണ്ട്, which gives a big gap. മനസ്സിലായി? ടെക്നിക്കലി ഞാൻ പറയുന്നില്ല, അപ്പൊ ഇങ്ങനത്തെ മെജോറിറ്റി ഞാൻ കുറെ കണ്ടിട്ടുള്ള ഈ ലൈക് ഗുഡ് പ്രോഡക്റ്റ് മാനേജേഴ്സ് ഉണ്ട്, ലൈക് റിയലി ഗുഡ് പ്രോഡക്റ്റ് മാനേജേഴ്സ് ഉണ്ട്, ബട്ട് some of them in my experience have done this. അപ്പം this is one of the first stage. അപ്പം നിങ്ങൾ ഏത് കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിലും ഈ റിക്വയർമെന്റ്സ് ഗ്യാതറിംഗ് എന്ന് പറഞ്ഞ ഒരു ഇമ്പോർട്ടൻറ്റ് ഫേസ്. ഇപ്പം സ്റ്റാർട്ടപ്പിലാണെങ്കിൽ അതൊരു ഫീച്ചറായി മാറും. MNCs വരുമ്പോൾ നിങ്ങളെ ക്ലയന്റിന്റെ ഏതാണോ അതൊരു
വലിയൊരു റിക്വയർമെന്റ് പോലെ ഗ്യാദർ ചെയ്തിട്ടായിരിക്കും നിങ്ങളത് ഇപ്പോൾ TCSോ അല്ലെങ്കിൽ വേറെ UST ഗ്ലോബലോ അങ്ങനെയൊക്കെ എടുക്കുവാണെങ്കിൽ അവർക്ക് വലിയ ക്ലയൻസ് ആണ്. അപ്പം സോ ഈ റിക്വയർമെന്റ്സ് ആ ക്ലയന്റിന്റെ കയ്യിൽ നിന്ന് പോയി ഒരു ആള് പോയി എടുത്ത് അത് എഴുതി അത് ഡോക്യുമെന്റ് ചെയ്ത് അതിനെ പിന്നെ ചർച്ച ചെയ്ത് എന്നിട്ടേ അത് ഡെവലപ്പറിന്റെ അടുത്ത് വരത്തുള്ളൂ. ഭയങ്കര റിഫൈൻഡ് ആണ്. പക്ഷെ സ്റ്റാർട്ടപ്പിൽ ഇങ്ങനെ ഒരു ഡിസ്കഷൻ കാണും ആ പ്രോഡക്റ്റ് മാനേജറും വേറെ ഈ റോൾസ് എല്ലാം കംപ്രസ്ഡ് ആയി നമ്മൾ പല റോൾ ചെയ്യേണ്ടി വരും. ഇപ്പോൾ എഞ്ചിനീയർ ആയിരിക്കും ഒരു പാർട്ട് ഓഫ് അല്ലെങ്കിൽ മോസ്റ്റ് ഓഫ് ദ പ്രോഡക്റ്റ് മാനേജർ റോൾ ചെയ്യുന്നത്, പിന്നെ ഇതുപോലെ യൂസർ റിസർച്ച് ചെയ്യുന്നത്. അപ്പം ആ റോൾസ് കംപ്രസ്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞ സ്റ്റാർട്ടപ്പിൽ ജോലി ചെയ്യുമ്പോൾ നമുക്ക് പല ഹാറ്റ്സ് വെയർ ചെയ്യും. അതുകൊണ്ട് തന്നെ പല സ്കിൽസ് പിക്കപ്പ് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞു. നമ്മൾ ഈ ഇടയ്ക്ക് തന്നെ പ്രാഗ്മാറ്റിക് എഞ്ചിനീയർ എന്ന് പറഞ്ഞൊരു ബ്ലോഗ് പോസ്റ്റിലകത്ത് അതിനകത്ത് പറഞ്ഞ ഒരു ഈ മെറ്റയിലോ എന്തോ, അപ്പൊ അങ്ങനെ അതിന് കുറെ പേര് കമന്റ് ചെയ്തിട്ടുണ്ട് ആ പെർട്ടിക്കുലർ ബ്ലോഗ് പോസ്റ്റിന്. ലൈക്ക് ഒരു ബിഗ് ടെക്കിന്ന് വരുന്ന ഒരു എഞ്ചിനീയർ നമ്മള് ഒരു ഫ്രം സ്ക്രാച്ച് ഒരു API സെർവർ എഴുതാൻ പറയാം, അവര് സ്ട്രഗിൾ ചെയ്യും. because I think they're used to a lot of because ഒരു കുറേ അബ്സ്ട്രാക്ഷൻ അവർ വർക്ക് ചെയ്യുന്നത്. സോ അവർക്കൊരു ഇപ്പം ഫോർ എക്സാമ്പിൾ ഇൻഫ്രാസ്ട്രക്ചർ അവർക്ക് അബ്സ്ട്രാക്റ്റഡ് ആയിരിക്കും. സോ ഒരു പോസ്റ്റ് സെർവർ ഇപ്പം സെറ്റപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് പറ്റത്തില്ല, അല്ലെങ്കിൽ ഇറ്റ് വിൽ ബി ഹാർഡ് റിലേറ്റീവ്ലി. പക്ഷെ ഒരു സ്റ്റാർട്ടപ്പ് എഞ്ചിനീയർ വന്നു കഴിഞ്ഞാൽ അവൻ പക്ഷേ അവർ സ്ട്രഗിൾ ചെയ്യാൻ, ഒരു സ്റ്റാർട്ടപ്പ് എഞ്ചിനീയർ സ്ട്രഗിൾ ചെയ്യാൻ പോകുന്നത് when it comes to designing for scale. അപ്പൊ അവർ സ്ട്രഗിൾ ചെയ്യും ബിക്കോസ് അവർ യൂസ്ഡ് അല്ല അതിനകത്ത്. സോ ശരി. അപ്പൊ ഇങ്ങനൊരു ഇതാണ് എനിക്ക് തോന്നുന്നു മെജോറിറ്റി എല്ലാ നിങ്ങളിപ്പം കമ്പനിയിൽ ഏത് കമ്പനിയിൽ പോവുകയാണെങ്കിലും ഈ ഒരു ഫേസിൽ കൂടെ നിങ്ങൾ എന്തായാലും പാസ് ചെയ്യും. കാരണം വെച്ച് ഇത് പാസ് ചെയ്യാത്ത കമ്പനിയും ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞ ഇപ്പൊ ആദ്യത്തെ ഞാൻ പറഞ്ഞില്ല 2% കമ്പനിയിൽ എല്ലാം ഇപ്പൊ CEO രാവിലെ വിളിച്ചിട്ട് ഹേ അജു ലൈക്ക് മോഡ്യൂൾ ദാറ്റ് യു നീഡ് ടു ബിൽഡ് എന്താ മോഡ്യൂൾ അതൊന്നും ഇതൊക്കെ ഉണ്ട്, ഇങ്ങനെയൊക്കെ ചെയ്യണം. സോ അങ്ങനെ വർക്ക് ചെയ്യുന്ന കമ്പനി അത് ശരിയാണ്. കാരണം ഞാൻ നെക്സ്റ്റ് കമ്പനി പോയപ്പം വെരി ഓർഗനൈസ്ഡ് ആണ്. ഞങ്ങൾക്കൊരു പ്രൊജക്ട് മാനേജർ ഉണ്ട്, ടീം ലീഡ് ഉണ്ട്, എഞ്ചിനീയറിംഗ് മാനേജർ ഉണ്ട്, ഒരു 4-5 ഡെവലപ്പേഴ്സ് ഉണ്ട്, പ്രൊജക്ട് റിവ്യൂ ഡോക്യുമെന്റ് PRD ഉണ്ട്. അത് ഒരു റൗണ്ട് ഓഫ് റിവ്യൂ സൈക്കിൾസ് പോകും. എന്നിട്ട് ERD എഴുതും വിത്ത് ടീം ലീഡ്, അതൊരു മൾട്ടിപ്പിൾ റിവ്യൂ സൈക്കിൾസ് പോകും. എന്നിട്ടാണ് ഞങ്ങൾ ഇംപ്ലിമെന്റേഷൻ സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ രണ്ട് എക്സ്ട്രീമും നമ്മളെ പോയിട്ടുണ്ട്. അപ്പം ഇത് നമ്മൾ കണ്ട ഒരു ഫേസ്. ഇത് കഴിഞ്ഞിട്ടാണ് എനിക്ക് തോന്നുന്നു മേ ബി നിങ്ങൾക്ക് എങ്ങനെ ഡിസൈനേഴ്സ് ഉണ്ടായിരുന്നു നിങ്ങളുടെ ഞാൻ ഫസ്റ്റ് കമ്പനിയിലോ അതോ സെക്കൻഡ് വൺ? സെക്കൻഡ് വണ്ണിൽ ഡിസൈനേഴ്സ് ഉണ്ടായിരുന്നു, ബട്ട് ഷെയർഡ് റിസോഴ്സാണ്. ലൈക്ക് മൾട്ടിപ്പിൾ ടീംസിന്. അതെ അതെ. ഓക്കെ, മനസ്സിലായി. അപ്പൊ നിങ്ങൾക്ക് ആ പ്രോജക്ട് റിക്വയർമെന്റ്സ് അല്ലെങ്കിൽ ആ റിക്വയർമെന്റ്സ് വന്നിട്ട് അതിനെ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങളുടെ അടുത്ത് വരുന്നത്? യെസ്. മറ്റേ പ്രൊജക്ട് മാനേജറും എഞ്ചിനീയറിംഗ് മാനേജറും ഡിസൈനറോട് ഇരുന്നായിരിക്കും അത് സോർട്ട് ഔട്ട് ചെയ്യുന്നത്. എന്റെ ഫസ്റ്റ് കമ്പനിയിലാണ് ഡിസൈനർ എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെയായിരുന്നു. നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പോഴാണ് അവർ UI കാണുന്നത്. ആ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ അവർ പറയും ഈ ബട്ടൺ എടുത്ത് ഇവിടെ മാറ്റി. അങ്ങനെ വർക്ക് ചെയ്യുന്ന കമ്പനിയാണ്. എന്ന് വെച്ചാൽ ബിക്കോസ് ഡിസൈനർ ഇസ് നോട്ട് സംതിങ് ദാറ്റ് എവറി കമ്പനി ക്യാൻ അഫോർഡ്. അപ്പം ആദ്യത്തെ ഫ്യൂ സ്റ്റേജസിൽ ഡെവലപ്പേഴ്സ് തന്നെ, അത് സ്റ്റാർട്ടപ്പിലാണ് ഞാൻ പറഞ്ഞത്, ഡെവലപ്പേഴ്സ് തന്നെ അത് ഇനിഷ്യേറ്റ് ചെയ്യും. അല്ലെങ്കിൽ TCSോ അങ്ങനത്തെ വലിയ കമ്പനീസ് ആണെങ്കിൽ അവർക്കൊരു ഒരു മോഡൽ ഉണ്ട് അവരുടെ. എന്ന് വെച്ചാൽ നിങ്ങൾ TCSൽ പോയി അതായത് പറഞ്ഞ അബ്സ്ട്രാക്ഷൻ കാര്യം. ഇപ്പം നമ്മൾ പുതിയ ഒരു MNCയിൽ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഒരു സർവീസ് കമ്പനി ഇൻഫോസിസ്, അവർക്കൊരു മോഡൽ ഫ്രെയിം വർക്ക് ഉണ്ട്. അവർ റിക്വയർമെന്റ് ആണ് അവിടെ നിന്ന് തന്നെ നമുക്ക് എടുത്ത് ഇങ്ങോട്ട് വെച്ചാൽ മതി. സോ യു ആർ നോട്ട് നോയിങ് വിച്ച് UI is this, what UI is this, അതൊന്നും നമുക്ക് അറിയത്തില്ല. ആ മോഡ്യൂൾ ഇങ്ങനെ എടുത്ത് ഇവിടെ വെക്കുക. സ്റ്റാർട്ടപ്പിൽ അങ്ങനെയല്ല. It's very different. Basically, you will have either a designer or you being a front-end developer. അവർ വരച്ച് കാണിക്കുമോ എന്തുവേലും നമ്മളൊരു ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി അല്ല. നിങ്ങൾക്ക് ഡിസൈനർ ഞാൻ നമുക്ക് ഡിസൈനർ എന്ന് പറഞ്ഞ ഒരാളില്ല, പക്ഷെ ഡിസൈൻസ് ആ റോളും കൂടെ ചെയ്യുന്ന ഒരു ആളുണ്ടായിരുന്നു. എന്നുവെച്ചാൽ ഡിസൈനർ എന്ന് പറഞ്ഞ സ്പെസിഫിക്കലി ഒരാളില്ല, പക്ഷെ ഡിസൈനർ പ്ലസ് ഒരു ഫ്രണ്ട് എൻഡ് എഞ്ചിനീയർ എന്ന് പറഞ്ഞ റോൾ ചെയ്യുന്ന ആളുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അത് അങ്ങനെ ഒരു അപ്പോൾ ഡിസൈൻ ബേസിക്കലി വന്നു കഴിയുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു പിക്ചർ എനിക്ക് തോന്നുന്നു മിക്കവാറുള്ള ഫീച്ചേഴ്സ് കിട്ടുന്നത്. ഇത് കഴിയുമ്പോഴാണ് എല്ലാ കമ്പനീസിലും ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾക്ക് എങ്ങനെ ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് റിക്വയർമെന്റ്സ് മാറുന്ന കേസ് ഉണ്ട്? അപ്പൊ നിങ്ങൾ എങ്ങനെ അതിനെ ഹാൻഡിൽ ചെയ്തെന്ന് വെച്ചാൽ ലൈക്ക് ബിക്കോസ് എന്റെ എക്സ്പീരിയൻസിൽ ചിലത് ഭയങ്കര ഫ്രസ്ട്രേറ്റിംഗ് ആണ്. നമ്മള് ബിക്കോസ് അത് എനിക്ക് ചിലപ്പം നമുക്ക് തോന്നും അതൊക്കെ നേരത്തെ അവർക്ക് ചിന്തിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, അത് ഈ അവസാനം ഒരു 3/4 കഴിയുമ്പം പ്രോഡക്റ്റ് മാനേജർ വന്നിട്ട് ബ്രോ there's one more change. അത് UI-ല് അത് ഇച്ചിരി സിമ്പിൾ ആയിരിക്കും. പക്ഷെ അവർ വന്നിട്ട് പറയും ഇത് UI നമ്മൾ നോക്കുമ്പോൾ അത് ഒരു ഫണ്ടമെന്റലി അത് തിരിഞ്ഞു പോകും. ഇപ്പൊ റീസെന്റ് ആയിട്ട് ഞാൻ ചെയ്യുന്ന എന്റെ കമ്പനി തന്നെ ചെയ്യുന്ന ഒരു പ്രോജക്റ്റിന് ഇങ്ങനെ
നമ്മളെല്ലാ ഡിസൈനും ക്ലയന്റിനെ കാണിച്ചു. ഓക്കെ. എവറി ഡിസൈൻ നമ്മൾ പറഞ്ഞു ഈ സ്ക്രീൻ ക്ലയന്റും അപ്രൂവ് ചെയ്തു, CEO അപ്രൂവ് ചെയ്തു, എല്ലാവരും അങ്ങനെയെല്ലാം പറഞ്ഞിട്ട് എല്ലാം സെറ്റായി. ഓക്കെ, എന്നിട്ട് അഫ്കോഴ്സ് നമ്മളപ്പം ഓർത്തു ഓക്കെ ദിസ് ഇസ് ദ ഫൈനൽ തിങ്. എന്നിട്ട് നമ്മൾ ഡെവലപ്പും ചെയ്തു. അതിന്റെ ബീറ്റ ലൈക്ക് വി ഡിപ്ലോയ്ഡ് ആസ് വെൽ ആൻഡ് വി ആർ ഗോയിങ് ഫോർ എ ഡെമോ. അപ്പൊ CEO പറയാ ആക്ച്വലി ദിസ് ഇസ് നോട്ട് റൈറ്റ്. ഫണ്ടമെന്റലി ഒരു എക്സ്പീരിയൻസ് പ്രോബ്ലം. ഭയങ്കര ഫ്രസ്ട്രേറ്റിംഗ് ആണ്. ബിക്കോസ് നമ്മൾ ഒരു 1 month എടുത്ത് ഡെവലപ്പ് ചെയ്ത സാധനത്തിനകത്ത് ആ ഒറ്റ ചേഞ്ച് കാരണം ആ 1 monthന്റെ ഡെവലപ്മെന്റ് നമ്മൾ ഫുൾ മാറ്റിയിട്ടുണ്ട്. അങ്ങനത്തെ ചേഞ്ചസ് എന്തായാലും കുറെ പേര് എൻകൗണ്ടർ ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ ആ സ്പേസ് ഡെവലപ്മെന്റിന് ചാൻസസ് കൂടുതലുണ്ട്. എനിക്ക് വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ ഈ UI സാധനങ്ങൾ ചെയ്തിട്ടില്ല അങ്ങനെ പ്രിഡോമിനന്റ്ലി. അതുകൊണ്ട് ഈ ലാസ്റ്റ് മിനിറ്റ് ഇങ്ങനെ UI/UX ചേഞ്ചസ് ഒന്നും അങ്ങനെ വന്നിട്ടില്ല. പക്ഷേ ചില പ്രൊജക്ട്സ് നമ്മൾ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റ്ലി. ബിക്കോസ് നമ്മൾ വിചാരിച്ച ഒരു എന്താ പറയുന്ന ഒരു അസംഷൻ എന്ന് പറയുന്നത് റോങ്. അതുകൊണ്ട് പ്രൊജക്റ്റ് അല്ല ആ ഒരു പെർട്ടിക്കുലർ ഫീച്ചർ ഡ്രോപ്പ് ചെയ്യണം വന്നിട്ടുണ്ട്. ഓഫ്കോഴ്സ് നമ്മൾ ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളൊരു പെർട്ടിക്കുലർ ഒരു ഹൈപ്പ് സൈക്കിളിൽ നമ്മളൊരു സാധനം ബിൽഡ് ചെയ്തു. അപ്പം ആ ഹൈപ്പ് സൈക്കിൾ എൻഡ് ചെയ്തു. അപ്പൊ അതിനത്ര സ്കോപ്പ് ഇല്ല. നമ്മളത് ഡ്രോപ്പ് ചെയ്യണം. ബിക്കോസ് അത് കണ്ടിന്യൂ ചെയ്യുന്നതിന് അതിനകത്ത് മീനിങ് ഇല്ല. അപ്പൊ എനിക്ക് അങ്ങനത്തെ ഒരു ഇത്ര കഷ്ടപ്പെട്ട് നമ്മളൊരു സാധനം ബിൽഡ് ചെയ്തു. ഈവൻ ദോ ഐ എം നോട്ട് സോ അറ്റാച്ച്ഡ്, ബട്ട് നമ്മുടെ അത്രയും ടൈം അങ്ങനെ ഒരു പക്ഷെ നമ്മൾ അറ്റാച്ച്ഡ് ആവല്ലേ. യു ഷുഡ് ബി വില്ലിംഗ് ടു ഡിസ്കാർഡ് വാട്ട് എവർ സൊല്യൂഷൻ യു ഇംപ്ലിമെന്റ് എന്നാണ് എൻ്റെ ഒരു. അതെ ഇപ്പം എനിക്ക് അതിലൊരു ഷിഫ്റ്റ് വന്നു. ബിക്കോസ് നൗ നമുക്ക് കോഡ് എഴുതാനും ഡിസ്കാർഡ് ചെയ്യാൻ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ മറ്റേന്ന് വെച്ചാൽ കഷ്ടപ്പെട്ട് അത്രയും കോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് ഏറ്റവും ഫ്രസ്ട്രേറ്റിംഗ് ആയിട്ട് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കാര്യങ്ങള് എനിക്ക് തോന്നുന്നു നമുക്കത് നേരത്തെ കണ്ടുപിടിക്കായിരുന്നു. പക്ഷെ അവസാന നിമിഷത്തിലാണ് വരുമ്പോഴാണ് അതെനിക്ക് ഫ്രസ്ട്രേറ്റ് ചെയ്യുന്നത്. അല്ലാതെ ഉള്ള എഡ്ജ് കേസസ് ഉണ്ട്. ചിലപ്പോ എത്ര നമ്മൾ പ്ലാൻ ചെയ്താലും അത് വർക്ക് ചെയ്യാതെ നമുക്ക് അത് ആ എഡ്ജ് കേസ് കണ്ടുപിടിക്കാൻ പറ്റാത്ത കേസസ് ഉണ്ട്. അതല്ലാതെ ചില ഐ ഫീൽ ലൈക്ക് ഇതുണ്ടെന്ന്. പക്ഷെ നോർമലി ഡെവലപ്മെന്റ് സൈക്കിൾ ഇസ് ഓൾവേസ് വെരി വെരി ഡിഫറെന്റ്. ഇപ്പൊ ഞാൻ വർക്ക് ചെയ്ത ലാസ്റ്റ് കമ്പനിയൊക്കെ ആണെങ്കിൽ ഭയങ്കര ഫാസ്റ്റ് ആയിരുന്നു. എന്ന് വെച്ചാൽ ചില വലിയ മോഡ്യൂൾസ് ഒക്കെ വിത്തിൻ 2 days ഒക്കെ ഉള്ളൂ ഡെവ് ടൈം. എന്ന് വെച്ചാൽ അത്രേ ഉള്ളൂ. അവർ അത്രയും സ്പീഡിലാ പുഷ് ചെയ്തോണ്ടിരിക്കുന്നത്. അപ്പം ഡെവലപ്മെന്റ് സൈക്കിളിൽ എല്ലാവർക്കും എനിക്ക് തോന്നുന്നു ഡിഫറെന്റ് ആണ്. ഓരോ കമ്പനി പോകുമ്പോൾ ചില കമ്പനി ഭയങ്കര പ്രോസസ് ഓറിയന്റഡ് ആണെങ്കിൽ അവർക്ക് ആ ഡെവലപ്മെന്റ് സൈക്കിൾ നല്ല വൃത്തിക്ക് ചില ഫീച്ചേഴ്സ് നല്ല ലോങ് ഫീച്ചേഴ്സ് ആണെങ്കിൽ ഞാൻ കേട്ടിട്ടുണ്ട് ഒരാള് ഒരു കമ്പനി ജോലി ചെയ്യുന്ന ഒരു സ്മോൾ ചേഞ്ചിന് തന്നെ അവരൊരു 2 weeks സ്പ്രിന്റിനകത്ത് കൊടുക്കും. സ്മോൾ ചേഞ്ച് ആണ്, വലിയ ചേഞ്ച് ഒന്നും അല്ല. ഒരു സ്മോൾ ലോജിക് അത് വെച്ചോണ്ട് അവർക്ക് 2 weeks. സോ അങ്ങനെ കെയർഫുൾ ആയിട്ടുള്ള കമ്പനീസ് ഉണ്ട് വിച്ച് ദേ മെയിൻറ്റെയിൻ ദ ക്വാളിറ്റി ഓഫ് റിലീസസ്. സ്മോൾ ചേഞ്ച് അങ്ങനെ സ്റ്റോറീസ് കേട്ടിട്ടുണ്ട്. ലൈക്ക് ഇപ്പം മൈക്രോസോഫ്റ്റിലേക്ക് ഒരു എംപ്ലോയി അവരുടെ സോൾ പർപ്പസ് ഓർ അവരുടെ സോൾ ഓണർഷിപ്പ് എന്ന് പറയുന്നത് ഇപ്പം മേ ബി ഒരു വേർഡിലെ ഒരു പോയിന്ററിന്റെ അല്ലെ ഒരു മെനു ഐറ്റത്തിന്റെ റെസ്പോൺസിബിലിറ്റി ആയിരിക്കും ഒരു ടീമിനുള്ള. മനസ്സിലായോ? അവരുടെ സോൾ പർപ്പസ് എന്ന് പറയുന്നത് ടൂള് ഒന്ന് കളർ മാറ്റുക, അല്ലെ അങ്ങോട്ടൊന്ന് മാറ്റി വെക്കുക, അല്ലെങ്കിൽ ഇങ്ങോട്ടൊന്ന് മാറ്റി വെക്കുക, ഇതൊക്കെ ആയിരിക്കും. സോ അതും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ഒരു ഏറയിൽ അത് എക്സിസ്റ്റ് ചെയ്യുമെന്ന് അറിയത്തില്ല. ഇപ്പൊ വരുന്നുണ്ട് പുതിയ പ്ലാനായിട്ട് ഇത്ര എംപ്ലോയീസിനെ ഫയർ. എനിക്ക് തോന്നുന്നത് ലൈക്ക് ഇറ്റ് വിൽ ഹാപ്പൻ. ട്രാൻസ്ഫോർമേഷൻ വിൽ ഹാപ്പൻ ബിക്കോസ് ദർ ആർ എ ലോട്ട് ഓഫ് പീപ്പിൾ ഡൂയിങ് ദീസ് കൈൻഡ് ഓഫ് തിങ്സ്. ഇനി നമുക്ക് അതിനുള്ള ആൾക്കാരെ വേണ്ട. അത് നമ്മൾ എപ്പോഴും പറയുന്നത് ലൈക്ക് നമ്മൾ അങ്ങനത്തെയുള്ള പൊസിഷൻസിൽ ഇരിക്കുകയാണെങ്കിൽ വിൽ ഹാവ് ടു ഫൈൻഡ് സംതിങ് ടു അപ്ഗ്രേഡ് അവർ സെൽസ് ടു ഗെറ്റ് ഇൻ ടു എ ബെറ്റർ സ്റ്റേറ്റ് വേർ വിച്ച് സസ്റ്റൈനബിലിറ്റി ഈസ് മോർ കൺസേൺ. അപ്പം അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ അങ്ങനെ QAs ഉണ്ടോ നിങ്ങളുടെ ടീമിലൊക്കെ? ഞാൻ ഇതുവരെയുള്ള എൻ്റെ എക്സ്പീരിയൻസിൽ QAസിനെ അങ്ങനെ ഡിപ്പെൻഡ് ചെയ്തിട്ടില്ല. എഞ്ചിനീയേഴ്സ് ആണ് കൂടുതലും എൻഡ് ടു എൻഡ് ഓണർഷിപ്പ് ഉള്ളത്. അപ്പോൾ നിങ്ങളെല്ലാം ടെസ്റ്റ് എഴുതും, ഓട്ടോമേഷൻ ടെസ്റ്റ് എഴുതും, ചിലപ്പോൾ ഒരു റൗണ്ട് ഓഫ് മാനുവൽ ടെസ്റ്റിംഗ് കാണും. അത് ഡിപ്പെൻഡ്സ് ഓൺ എന്തോ നമ്മൾ എത്ര സിവിയറിറ്റി ഉള്ള ഫീച്ചറാ, ഏത് സ്റ്റേജ് ആണ് പ്രൊഡക്റ്റ്, അങ്ങനെയുള്ള ഇതൊക്കെ വെച്ചിട്ട് എഞ്ചിനീയേഴ്സ് തന്നെയാണ് ഒരു കോൾ എടുക്കുന്നത്. ഇതിന് ഓട്ടോമേഷൻ വേണോ, അല്ലെങ്കിൽ ഒരു എൻഡ് ടു എൻഡ് ടെസ്റ്റ് വേണോ, അല്ലെങ്കിൽ യൂണിറ്റ് ടെസ്റ്റ് മാത്രം മതിയോ, അല്ലെങ്കിൽ ഒരു എൻഡ് ടു എൻഡ് ടെസ്റ്റ് വേണം, ഇന്റഗ്രേഷൻ ടെസ്റ്റ് വേണം, ഒരു മാനുവൽ ടെസ്റ്റിംഗ് പിന്നെ ചെയ്യണം. അതൊക്കെ ഡിസൈഡ് ചെയ്യുന്ന എഞ്ചിനീയേഴ്സ് ആണ്. മനസ്സിലായി.
എൻ്റെ കേസിൽ QA ഉണ്ടായിരുന്നു എല്ലാ എക്സെപ്റ്റ് ഫോർ ദ ഫസ്റ്റ് പാർട്ട്. എല്ലാ കമ്പനിയിലും QA ഉണ്ട്. ബട്ട് ഗുഡ് സൈഡ് ചിലപ്പോൾ ഗുഡ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെവലപ്പ് ടെസ്റ്റിംഗ് അവർ അങ്ങ് ഫുള്ളി അത്രയും അങ്ങോട്ട് കോറായിട്ട് ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ മറ്റേതാണെങ്കിൽ നമ്മൾ മോസ്റ്റ്ലി ടെസ്റ്റ് സ്ക്രിപ്റ്റ് എഴുതും, എൻഡ് ടു എൻഡ് ടെസ്റ്റ് സൂട്ട് എഴുതും, അല്ലെങ്കിൽ ആ ഫംഗ്ഷനെ മാത്രമായിട്ട് യൂണിറ്റ് ടെസ്റ്റ് നമ്മൾ മാനേജ് ചെയ്യും. സോ അങ്ങനെ ആയിരിക്കും. എൻ്റെ എനിക്ക് തോന്നുന്നു ഒരു പ്രീവിയസ് കമ്പനിയിൽ അവർക്കൊരു ഫുൾ ടെസ്റ്റിംഗ് ടീം തന്നെ ഉണ്ടായിരുന്നു, ഒരു വലിയ ടീം. ടെസ്റ്റ് എവറിത്തിങ് ഫ്രം സ്ക്രാച്ച്. ഓരോ റിലീസിനും അവർ മാനുവലി എല്ലാ ടെസ്റ്റ്. പക്ഷെ ദേ വർ റിയലി ഗുഡ്. നമ്മൾ അവരെ ഏൽപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ലൈക്ക് അവർ റിപ്പോർട്ട് ചെയ്യുന്ന ബഗ്സ് ഒക്കെ ഭയങ്കര കറക്റ്റ് ആയിരിക്കും. അപ്പൊ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് നിങ്ങളുടെ? ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ക്ലയന്റിന് ഒരു QA ടീമുണ്ട്. ബട്ട് സ്മോൾ ടീം, 2 മെമ്പർ ടീമാണ്. അവർ അത്യാവശ്യം നല്ലതായിട്ട് ടെസ്റ്റ് ചെയ്യും. അവർ കുറെ ഓട്ടോമേറ്റ് ചെയ്യാൻ നോക്കും. നമ്മുടെ ഡൊമൈൻ പഠിക്കാൻ ട്രൈ ചെയ്യും. ചില ടെസ്റ്റിംഗിൽ ഞാൻ എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ ചില ആൾക്കാർക്ക് ആ ഒരു ഫുൾ ഡൊമൈൻ അറിയണമെന്നില്ല. അതുകൊണ്ടതായിട്ടുള്ള ഒരു പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. ലൈക്ക് they will not properly test the edge cases, maybe they will just test the UI. അങ്ങനെ കേസസ് വരാറുണ്ട്. ബട്ട് ഐ തിങ്ക് ഈ ഒരു സ്കോപ്പിൽ QA എഞ്ചിനീയറിംഗ് ടെസ്റ്റിംഗ് ഇസ് എ വെരി ഗുഡ് സ്കോപ്പ്. ഇപ്പൊ നമ്മൾ അതാ കാണുന്നത്. ലൈക്ക് AI എറയിൽ ഭയങ്കര സ്കോപ്പ് കൂടി. ഇപ്പൊ ആർക്കെങ്കിലും QA ആവണമെന്നുണ്ടെങ്കിലും ഗുഡ് ടൈം ടു സ്റ്റാർട്ട് തിങ്കിങ് അബൌട്ട് ഇറ്റ്. ഇറ്റ്സ് നോട്ട് ലൈക്ക് പണ്ടത്തെ പോലെ അല്ല QA. അത് എല്ലാവർക്കും ഒരു ചെറിയ പുച്ഛുണ്ടായി ഇപ്പം QA. ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ. എന്റെ എക്സ്പീരിയൻസിൽ ഹീസ് വർക്കിംഗ് ആസ് എ QA ടെസ്റ്റർ ആണോ എന്നാ പിന്നെ നിന്റെ ജോബ് പോയി. ബിക്കോസ് ഈ കുത്തിയിരുന്ന എല്ലാം പിന്നെ ടെസ്റ്റ് ചെയ്യും. പക്ഷെ ദാറ്റ്സ് നോട്ട് ദ വേ നൗ ഹൗ ഇറ്റ് ഇസ് വിഷ്വലൈസ്ഡ്. ബിക്കോസ് AI ഒക്കെ വന്ന പിന്നെ ഇറ്റ്സ് സോ മച്ച് റിക്വയർഡ്. ഡെവലപ്പർ ആണെങ്കിലും ടെസ്റ്റിംഗ് ഇസ് വൺ ഓഫ് ദ മേജർ റെസ്പോൺസിബിലിറ്റി ദാറ്റ് യു ഹാവ് ഇൻ ദ ഡെവലപ്മെന്റ് സൈക്കിൾ. നമ്മൾ ഇപ്പൊ അവർ പറഞ്ഞില്ലെങ്കിലും ഐ തിങ്ക് യു ഹാവ് ടു ടെസ്റ്റ്. അതൊരു സ്റ്റാൻഡേർഡ് ആണ്. നമ്മൾ ഡെവലപ്പർ ആണെങ്കിൽ യു ഹാവ് ടു ടെസ്റ്റ് വാട്ട് യു ഹാവ് റിട്ടൺ. അല്ലെങ്കിൽ പണി കിട്ടും. മറ്റേ അത് നമ്മൾ ചെയ്യാറുണ്ട്. നിങ്ങളുടെ അപ്പൊ ബഗ്സ് ഒക്കെ നിങ്ങളുടെ എങ്ങനെ പ്രൊഡക്ഷൻ ബഗ്സ് വന്നിട്ട് നിങ്ങൾ എന്താ നിങ്ങളുടെ കമ്പനീസ് ഒക്കെ ചെയ്യാൻ? മിക്കവാറും ബഗ്സ് യൂസേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്ന പ്രൊജക്ട് മാനേജറിനോടായിരിക്കും. പ്രൊജക്ട് മാനേജർ ആയിരിക്കും നമ്മളത് കൺവേ ചെയ്യുന്നത്. അത്ര ഇമ്പോർട്ടൻറ്റ് ബഗ്സ് ആണ് വി ട്രൈ ടു ഫിക്സ് ഇറ്റ് ആസ് സൂൺ ആസ് പോസിബിൾ. ഇച്ചിരി ലേറ്റ് ആയാലും കുഴപ്പമില്ല എന്നുള്ളത് ചിലപ്പോൾ സ്പ്രിന്റിലോട്ട് ആഡ് ചെയ്യും. എന്നിട്ട് സമ്മൺ വിൽ പിക്ക് ഇറ്റ് അപ്പ് ഡ്യൂറിംഗ് ദ സ്പ്രിന്റ്. അങ്ങനെ നിങ്ങളുടെ സെയിം അതുപോലെ തന്നെ ഡിപ്പെൻഡിങ് ഓൺ ദ പ്രയോറിറ്റി നമ്മളത് ഇമ്മീഡിയറ്റ്ലി ഫിക്സ് ചെയ്യണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഭയങ്കര പ്രയോറിറ്റി കൂടുതലുള്ളതാണെങ്കിൽ നമ്മൾ ഇപ്പം രാത്രിയാണെന്നുണ്ടെങ്കിൽ ആൾക്കാരെ വിളിച്ച് എണീപ്പിച്ച് നമ്മൾ ഫിക്സ് ചെയ്യണം. ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ആദ്യമേ കമ്പനി കയറിയിട്ട് അവരുടെ മെയിൻ സാധനം ഒത്തന്റിക്കേഷൻ തന്നെ അങ്ങ് പൊട്ടിച്ചു. ഇമ്പാക്ട് കൊണ്ടുവരണ്ടേ? സൂപ്പർ. CTO തന്നെ ഡയറക്ട്ലി ചാടി ഇറങ്ങുന്നത്. പിന്നെ CTO ഭയങ്കര കാം ആയതുകൊണ്ട് പുള്ളി ഒന്നും തെറിയൊന്നും വിളിച്ചില്ല. പക്ഷെ നിങ്ങൾ ഓർക്കണം, ലോഗിൻ ഇസ് വൺ ഓഫ് ദി എൻട്രി പോയിന്റ് ടു ദ ആപ്പ്. അവിടെ ഒരു വലിയ ഇവന്റ് നടക്കുക. എല്ലാരും ലോക്ക്ഔട്ട് ചെയ്തു. ഞാൻ നോക്കുമ്പോ കൊറേ മെസ്സേജ് സ്ലാക്കില് എനിക്കൊന്ന് ചില അങ്ങനെ ഒരു ലീഡർഷിപ്പ് കണ്ടിട്ടുണ്ട്. ഭയങ്കര കാമായിരുന്നു. ഓക്കെ, ഇതാണ് എങ്ങനെ ഫിക്സ് ചെയ്തേ? നമ്മൾ CTOയും എന്റെ എഞ്ചിനീയറിംഗ് മാനേജറും ഞാനും ഒരു കോളില് കിളി പോയി. എന്റെ ബ്ലാങ്ക് ഔട്ട് ആയിട്ട് ഇരിക്കുക. ഞാൻ ഇങ്ങനെ ഏത് കോഡാണ് ഞാൻ മാറ്റി. എന്നിട്ട് പിന്നെ ബട്ട് വാട്ട് ഐ സോ ഇസ് ലൈക്ക് ഇൻസ്റ്റെഡ് ഓഫ് ബ്ലെയിമിങ് ആൻഡ് ഇൻസ്റ്റെഡ് ഓഫ് ആ ഒരു സിറ്റുവേഷനിൽ കുറ്റം പറയുന്നതിന്റെ എല്ലാം അതങ്ങ് അവോയ്ഡ് ചെയ്തു. അതിനെ എങ്ങനെ സോൾവ് ചെയ്യാന്നാണ് അവരുടെ ഒരു ഫസ്റ്റ് ടേക്ക്. അതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ആസ് എ ലീഡർ ഇപ്പൊ അല്ല ദ പോയിന്റ് ടു ബ്ലെയിം ആൻഡ് റിസോൾവ് ഓൾ ഓഫ് ദിസ്, ജസ്റ്റ് ഫിക്സ് ദ പ്രോബ്ലം. അപ്പൊ അവര് എഞ്ചിനീയറിംഗ് മാനേജറും ആ CTOയും ഒരുമിച്ചിരുന്ന് ലൈക്ക് നമ്മളോട് ചോദിച്ച് അണ്ടർസ്റ്റാൻഡ് ചെയ്യിപ്പിച്ച് ഓക്കെ ഇതിങ്ങനെ ആയിരുന്നു, ഇതിങ്ങനെ ചേഞ്ച് ചെയ്യണമായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു എറർ വന്നത്. ലൈക്ക് അപ്പൊ ഞാൻ ഓർത്തോ ഹൗ മച്ച് പേഷ്യൻസ് ഉണ്ടായിരിക്കണം അവർക്ക് ആ ഒരു, ബിക്കോസ് ഒരു വലിയ ഇവന്റ് എന്തോ ബാർ കൗൺസിലിന്റെ ഒരു വക്കീലിന്റെ മീറ്റപ്പ് ആയിരുന്നു. അപ്പം അവർ അത്രയും പേര് ബ്ലോക്ക് ആയിരുന്നു. ലൈക്ക് ഇറ്റ് വാസ് ഗുഡ്. പക്ഷെ ഇങ്ങനെ പ്രൊഡക്ഷനിൽ അതാ പറഞ്ഞത് ഭയങ്കര ക്രിട്ടിക്കൽ ആണെങ്കിൽ ചില കമ്പനികൾ റിയാക്ട് ചെയ്യുന്ന അറിയത്തില്ല. ബിക്കോസ് എനിക്ക് വേറൊരു ഇൻസ്റ്റൻസും കൂടെ ആണ്. അത് ഞാനല്ല, ലൈക്ക് ഒരു ഡെവോപ്സ് സൈഡ് ചെയ്യുന്ന പുള്ളിക്കാരത്തി ഓർത്തു ഞാൻ സ്റ്റേജിലാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് ഡേറ്റാബേസ് തന്നെ ഡിലീറ്റ് ചെയ്തു. പ്രൊഡക്ഷനിൽ 4 hours പ്രൊഡക്റ്റ് ഡൗൺ ആയിരുന്നു. സോ അവിടെ ഇമ്പാക്ട് ഭയങ്കര കൂടുതലായിരിക്കും. വേറെ ഒന്നും ചോദിച്ചില്ല, ഡയറക്റ്റ് ഫയർ ആയിരുന്നു. ബിക്കോസ് ലൈക്ക് യു കാൻറ്റ് ഡു എനിത്തിങ് ബിക്കോസ് യു ആർ
കാരണം നമ്മുടെ ആ സമയത്ത് നമ്മുടെ എന്റർപ്രൈസ് കസ്റ്റമേഴ്സ് ഉണ്ട്. എന്റർപ്രൈസ് കസ്റ്റമേഴ്സിന് എല്ലാം കോൺട്രാക്റ്റും ഉണ്ട്. ലൈക് കുറെ ജിറയ്ക്ക് സംഭവിച്ച പോലത്തെ ഒരു ഇഷ്യൂ ജിറയിൽ ഒരു പ്രാവശ്യം ഇല്ലായിരുന്നോ, ലൈക് ഭയങ്കര വലിയ ഔട്ടേജ്, ഡേറ്റാബേസ് എന്തോ സംഭവിച്ചു. എന്നിട്ട് അവർ ഫുൾ ബാക്കപ്പ് ചെയ്യാനും ഭയങ്കര നല്ല സമയം എടുത്തു. അപ്പം ദാറ്റ് ഇസ് എ ബിഗ്, സോ അങ്ങനത്തെ കേസസിൽ വരുവാണെങ്കിൽ ബിക്കോസ് വലിയ എന്റർപ്രൈസ് ഇയേഴ്സ് ഓഫ് ഡേറ്റ എഞ്ചിനീയർ, സോ അത് റീസ്റ്റോർ ചെയ്ത് വരുമ്പോ തന്നെ ഒരു സമയം അത് അപ്പൊ അങ്ങനെ ബേസിക്കലി നമ്മുടെ ക്രിട്ടിക് ഇമ്പാക്ട് അനുസരിച്ചിരിക്കും നിങ്ങൾ ഫയർ ആണോ, പെരിയായിട്ട് പറയോ പെരിയായിട്ട് പറയത്തില്ല, എന്തായിരിക്കും. അപ്പൊ ഡിഫറെന്റ് കമ്പനീസ് അത് ഡിഫറെന്റ് ആയിട്ട് റിയാക്ട് ചെയ്യും ബേസിക്കലി. പക്ഷേ ഇതൊക്കെയാണ് എനിക്ക് തോന്നുന്നു നമ്മൾ ജനറലി ഇതൊക്കെയാണ് പ്രോസസ്സ്. ഇപ്പൊ നിങ്ങൾ കരിയർ പാത്സ് എടുക്കുവാണെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ കേസിൽ എനിക്ക് തോന്നുന്നു വിത്ത് AI ആൻഡ് ഓൾ ഐ ഫീൽ ലൈക്ക് ടെസ്റ്റിംഗ് ആ ഒരു ഇസ് എ ഗുഡ്. ഡെവലപ്പർ റോൾ എടുക്കുവാണെങ്കിൽ എൻ്റെ ഒരു പെർസ്പെക്റ്റീവില് പണ്ടത്തെ പോലെ അല്ല. നമ്മൾ നേരത്തെ എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഇറ്റ്സ് അബൌട്ട് റൈറ്റിംഗ് ഗുഡ് കോഡ്, ഓർ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു സ്ട്രക്ചർ ഉണ്ടായിരിക്കണം, ആ കോഡ് ക്വാളിറ്റി നല്ലതായിരിക്കണം എന്ന് വെച്ചാൽ നമ്മള് കോഡ് എഴുതുന്നത് ഹ്യൂമൻസിനും കൂടെ വേണ്ടി. അപ്പം അണ്ടർസ്റ്റാൻഡബിൾ ആയിരിക്കണം, ഈസിലി ഡൈജസ്റ്റബിൾ ആയിരിക്കണം, മെയിൻറ്റെയിനബിൾ ആയിരിക്കണം. അതാ അപ്പൊ അതുകൊണ്ട് ആ കരിയർ പാത്ത് ഞങ്ങൾക്ക് ഇച്ചിരൂടെ ഫേവറബിൾ ആയിരുന്നു. ബിക്കോസ് നമുക്ക് നല്ലതായിട്ട് നമുക്ക് കോഡ് എഴുതാം ആ സമയത്ത്. അപ്പോൾ AI ഇല്ല. പക്ഷെ ഇപ്പം നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ സിൻസ് AI ഇസ് ദർ, ഐ ഫീൽ developers should start thinking on the ഡിസൈൻ പെർസ്പെക്റ്റീവ്. ഒരു സിസ്റ്റമായിട്ട് തരുവാണെങ്കിൽ ആ സിസ്റ്റത്തിനെ ഡിസൈൻ ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഏത് ടെക്നോളജി യൂസ് ചെയ്യണം, ഇപ്പം അങ്ങനത്തെ തോട്ട് പ്രോസസ് നമ്മൾ ടേബിളിൽ കൊണ്ടുവന്നെങ്കിൽ മാത്രമേ ഒരു ഡെവലപ്പർ പെർസ്പെക്റ്റീവിൽ നിങ്ങൾക്ക് ഹയറിംഗ് ചാൻസസ് കൂടാൻ ചാൻസസ് ഉള്ളൂ. എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്കൊരു കാഫ്ക സൂട്ടബിൾ ആണോ അല്ലെങ്കിൽ അല്ലയോ, അല്ലെങ്കിൽ അതിനകത്ത് ലോവർ. സോ ഓരോ ടെക്നോളജിക്കും അതിൻ്റെതായിട്ടുള്ള ഗുണമുണ്ട്, അല്ലെങ്കിൽ ഡിഫക്ട്സ് ഉണ്ട്. യു ഹാവ് ടു നോ ദാറ്റ് ഇസ് വാട്ട് ഐ ഫീൽ ആസ് എ ഡെവലപ്പർ. ആൻഡ് ബാക്കി കോഡ് ഇസ് നൗ ബൈ ഡിഫോൾട്ട് ഇപ്പം എനിക്ക് എല്ലാവർക്കും കോഡ് ചെയ്യാം. ബിക്കോസ് അങ്ങനെ ഒരു സ്റ്റേറ്റ് എത്തി നമ്മളിപ്പോൾ ഇതെടുത്താലും. പിന്നെ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ലൈക്ക് വാട്ട് അബൌട്ട് ദി സ്കോപ്പ് ഓഫ് ഡെവോപ്സ് ആൻഡ് ഓൾ, ആ ഒരു സ്കോപ്പിൽ എങ്ങനെയാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്? അതും ഇപ്പോൾ ഒരു കമ്പനിയുടെ കോണ്ടെക്സ്റ്റ് പറയുകയാണെങ്കിൽ അതും ഡിപ്പെൻഡിങ് ഓൺ ദ കമ്പനിയാണ്. ഇപ്പം ചിലപ്പം ഒരു സ്മോൾ സ്റ്റേജ് അല്ലെങ്കിൽ ഒരു വെരി ഏർലി സ്റ്റേജ് സ്റ്റാർട്ടപ്പ് ആണെന്നുണ്ടെങ്കിൽ എൻജിനീയേഴ്സ് തന്നെ ആയിരിക്കും അവിടുത്തെ ഡെവോപ്സും എല്ലാം ഹാൻഡിൽ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ എൻഡ് ടു എൻഡ് ആയിരിക്കും ഹാൻഡിൽ ചെയ്യുന്നത്. പിന്നെ കുറച്ചുകൂടെ ഒന്ന് വലുതായി വരുമ്പോൾ മേ ബി ഒരു ഡെവോപ്സ് ടീം ഫോം ചെയ്യും, അവരായിരിക്കും ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പം പിന്നെയും കുറച്ചുകൂടെ വലുതാകുമ്പം ഈ ഡെവോപ്സ് ടീം തന്നെ കുറച്ചുകൂടെ സ്പ്ലിറ്റ് ആയി അല്ലെങ്കിൽ ഒരു പുതിയ ടീം ഫോം ചെയ്യും, പ്ലാറ്റ്ഫോം ടീമും ഡെവോപ്സ് ടീമും. അപ്പം പ്ലാറ്റ്ഫോം ടീം ലൈക്ക് ഇന്റേണൽ ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ ഹാൻഡിൽ ചെയ്യും ഡിപ്പെൻഡിങ് ഓൺ ദ കമ്പനി. ലൈക്ക് ഇതൊരു സ്റ്റെഡ് ഫാസ്റ്റ് റൂളൊന്നും അല്ല പ്ലാറ്റ്ഫോം ടീം ഇന്നതേ ഹാൻഡിൽ ചെയ്യാൻ. ചില സ്ഥലത്ത് പ്ലാറ്റ്ഫോം ടീം ആയിരിക്കും ഇന്റേണൽ ഇൻഫ്രാസ്ട്രക്ചറും എക്സ്റ്റേണൽ ഇൻഫ്രാസ്ട്രക്ചറും ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പം എന്ന് വെച്ചാൽ ഇങ്ങനെ അബ്സ്ട്രാക്ഷൻ ലെവൽ കൂടി വരും. ബിക്കോസ് അബ്സ്ട്രാക്ട് ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് കോണ്ടെക്സ്റ്റ് കുറച്ച് വേണ്ടത് പ്രൊഡക്റ്റീവ് ആവാനായിട്ട്. അപ്പം വലിയ കമ്പനീസ് ആകുമ്പോൾ നമുക്ക് കുറച്ച് കോണ്ടെക്സ്റ്റ് മതി നമ്മുടെ ഏരിയയിൽ നമ്മൾ പ്രൊഡക്റ്റീവ് ആവാൻ. ഇവൻ പറഞ്ഞ ആ ഒരു ഫോം ഞാൻ ഗോ ത്രൂ ചെയ്തത്. ലൈക്ക് ഫസ്റ്റ് കമ്പനിയിൽ ഞാൻ ഡിപ്ലോയ്മെൻറ്റും VMസും ഡേറ്റാബേസും എല്ലാം ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ ക്ലയൻറ്റിന് ഒരു ഡെവോപ്സ് ടീമുണ്ട്. ഇപ്പം എന്തെങ്കിലും ഡിപ്ലോയ് ആണ് അവരോട് പറഞ്ഞാൽ മതി, അവരെല്ലാം ഹാൻഡിൽ ചെയ്തോളും, നമ്മളൊന്നും അറിയേണ്ട ആവശ്യമില്ല. മറ്റേ ക്ലയൻറ്റിൽ എല്ലാ ടെക്കിനും ഒരു പ്ലാറ്റ്ഫോം ടീം ഉണ്ടായിരുന്നു. എനിക്ക് ചെന്ന് UI ചെന്ന് എനിക്ക് ഇത് വേണം അത് ഡിപ്ലോയ് ആയി നേരെ യൂസ് ചെയ്യാം, ആ ഒരു ലെവലായിരുന്നു. മനസ്സിലായി. മറ്റേ എൻ്റെ കേസിൽ എടുക്കുവാണെങ്കിലും ഡെവോപ്സ് ഞാൻ ഫസ്റ്റ് ഫ്യൂ കമ്പനീസ് അങ്ങനെ ഒരു റോളില്ല, നമ്മൾ തന്നെ ചെയ്യുമായിരുന്നു. എന്ന് വെച്ചാൽ ജസ്റ്റ് സിമ്പിൾ ആയിരുന്നു. ലാർജർ സ്കെയിൽസ് പോകുമ്പോൾ ഡെഫിനറ്റ്ലി ഒരു ഡെഡിക്കേറ്റഡ് ഡെവോപ്സ് ഉണ്ട് ഹു വിൽ മാനേജ് ദി എൻറ്റയർ ഡിപ്ലോയ്മെന്റ് സൈക്കിൾ ഫോർ യു. അല്ലെങ്കിൽ ഡേറ്റാബേസിൽ എന്തെങ്കിലും ചേഞ്ച് വരണമെങ്കിലോ അങ്ങനെ ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഉണ്ട്. പക്ഷേ എനിക്കിപ്പോൾ തോന്നുന്നത് വെച്ചാൽ വിത്ത് ഓൾ ഓഫ് ദീസ് AI ഇൻ ടു പിക്ചർ, എ ഡെവലപ്പർ ഷുഡ് ഹാവ് ഓൾ ഓഫ് ദിസ് മിനിമൽ knowledge of all of these things. എന്ന് വെച്ചാൽ ബിക്കോസ് നിങ്ങളിപ്പോൾ ഒരു ചെറിയ സ്മോൾ ടീമിലായിരിക്കും, നിങ്ങൾ സ്റ്റാർട്ടപ്പിലായിരിക്കും ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല ഐ വിൽ ഓൺലി ഡു ബാക്ക് എൻഡ്, ഐ വിൽ ഓൺലി ഡു ഫ്രണ്ട് എൻഡ്. യു ഷുഡ് ഹാവ് an idea. Maybe you might be an expert in back end, but you should have how the DevOps. Depth in some areas, breadth in the other areas. Correct. അങ്ങനെ ഒരു കാറ്റഗറിയിൽ പോകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. AI/ML എങ്ങനെ നിങ്ങൾക്ക് സ്കോപ്പ് എന്തുമായിരിക്കും?
in terms of jobs or the career path വെച്ച് I mean, like now very hot and upcoming topic ഇതാണല്ലോ. ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, പക്ഷേ ഐ ഫീൽ ഇറ്റ്സ് ബിറ്റ് ഹാർഡ് ടു ഗെറ്റ് ഇൻ ടു. നമ്മൾ വെളിയിൽ നിന്ന് കാണുന്നോട്ടല്ല, നമ്മൾ ട്രൈ ഔട്ട് ചെയ്യുമ്പോഴാണ് ചലഞ്ചിങ് ആണെന്ന് തോന്നുന്നത്. I mean, if you want to use like LLM, Claude, അങ്ങനത്തെ അല്ലാണ് ഇറ്റ്സ് വെരി ഈസി. എനിക്ക് തോന്നുന്നു അത് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ തോന്നുന്നു, ലൈക്ക് ടൈപ്സ് ഓഫ് AI എന്നുവെച്ചാൽ ML ops ജോബ്സ് ആയിരിക്കും കുറച്ചുകൂടി കൂടുതൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ML ops എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു കമ്പനി ഉണ്ട്, ആ കമ്പനിയിൽ നമുക്കൊരു LLM സെറ്റപ്പ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു കാര്യങ്ങൾ സെറ്റപ്പ് ചെയ്യണം, അത് റൺ ചെയ്യണം, അത് എഫിഷ്യൻ്റ് ആയിട്ട് റൺ ചെയ്യണം, അത് കൂട്ട് കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഒരു പ്ലാറ്റ്ഫോം ടീം ഫോർ AI/ML. അപ്പം അതാണ് ML ops ജോബ്സ്. പിന്നെ ഉള്ളതാണ് ഈ നമ്മൾ ഈ ലാബ്സിലും റിസർച്ചിലും ഒക്കെ വർക്ക് ചെയ്യുന്നത്. അവിടെ നമ്മൾ മോഡൽസ് ഒപ്റ്റിമൈസ് ചെയ്യുക, കുറച്ചുകൂടെ ആ ഒരു പെർട്ടിക്കുലർ ഡൊമൈനിലോട്ട് നമ്മൾ യുനോ വെരി സ്പെസിഫിക് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന റോൾസ് ആണ്. പക്ഷെ എനിക്ക് സ്റ്റിൽ അതൊരു ഏർലി സ്റ്റേജ്, നമുക്ക് ഒരു ഒട്ടും സർട്ടൻ അല്ല എങ്ങനെയാ ഈ ഡൊമൈൻ ഷേപ്പ് അപ്പ് ചെയ്യാൻ പോകുന്നത്. എനിക്കൊരു ഇതുള്ളതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഇപ്പം ML engineer ഒരു ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ലൈക്ക് യു വിൽ ഹാവ് ടു ഹാവ് എ ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഹൗ ദിസ് മെഷീൻ ലേണിംഗ് വർക്ക്സ്. അപ്പാർട്ട് ഫ്രം ദാറ്റ്, ബട്ട് ഇപ്പോഴത്തെ ഒരു കോണ്ടെക്സ്റ്റിൽ ആസ് എൻ AI engineer, I don't think so they have pointing at AI engineers, but with LLM engineers. അതാണ് ഇച്ചിരൂടെ റൈറ്റ് വേർഡ് ടു യൂസ്. ബിക്കോസ് എല്ലാ കമ്പനിയും പറയും വി വാണ്ട് എൻ AI engineer. I don't think so you want a മോഡൽ ഉണ്ടാക്കുന്ന എഞ്ചിനീയർ. പണ്ട് അങ്ങനെ ആയിരുന്നു, who could develop models, who could come up with more ഈ കോൺസെപ്റ്റ്സ് ഒക്കെ കൂടെ പ്രാക്ടിക്കൽ സിനാരിയോസിൽ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം, അതായിരുന്നു നമ്മൾ കണ്ടുവന്നത്. പക്ഷെ ഇപ്പം അത് മാറി, who could implement LLMs, like ഈ അവൈലബിൾ LLMs കൊണ്ട് അവരുടെ ബിസിനസ്സിനെ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാം, how can they automate it. ഇപ്പം അത്യാവശ്യം ഡെവലപ്മെന്റ് എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് അത് ചെയ്യാൻ പറ്റും. അതാണ് ഞാൻ പറഞ്ഞത്. സോ AI എഞ്ചിനീയർ കാണിക്കുമ്പോൾ നിങ്ങൾ, എനിക്ക് തോന്നുന്നു ഇപ്പൊ പല ജോബ് പോസ്റ്റുകളും ഓവർലോഡഡ് ടേം ആണ്. AI എഞ്ചിനീയർ എനിക്ക് തോന്നുന്നു, ചിലപ്പോൾ എനിക്ക് തോന്നുന്നു അത് അവർക്ക് അതല്ലായിരിക്കും വേണ്ട, അവർക്ക് ഈ മിനിമൽ സാധനങ്ങളായിരിക്കും. അപ്പൊ ബേസിക്കലി നമ്മൾ ആ ഒരു റെസ്പോൺസിബിലിറ്റിയും കൂടെ വായിച്ച് നോക്കിയാലേ നമുക്ക് അത് അറിയാൻ പറ്റത്തുള്ളൂ. ഡിഫറെന്റ് കമ്പനീസിൽ ഇപ്പോഴത്തെ കമ്പനീസ് എല്ലാം AI എഞ്ചിനീയറെ ഹയർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി മോസ്റ്റ്ലി ഈ LLMസിനെ എങ്ങനെ അവർക്ക് യൂട്ടിലൈസ് ചെയ്യിപ്പിക്കാൻ പറ്റും അവരുടെ ബിസിനസ്സിൽ. കുറെ ഇപ്പം നമുക്ക് കുറെ ഓട്ടോമേഷൻ ടൂൾസ് ഉണ്ട്, N8N ഉണ്ട്, അങ്ങനെ കുറെ ഓട്ടോമേഷൻ ടൂൾസ് ഉണ്ട്, വിച്ച് ഹൗ യു ക്യാൻ ഇൻക്ലൂഡ് ദോസ് ടൂൾസ്, ഹൗ യു ക്യാൻ ഹെൽപ്പ് ദം. ഇപ്പം എൻ്റെ കമ്പനി തന്നെ എടുക്കുവാണെങ്കിൽ ഒരു AI എഞ്ചിനീയറിനെ ഹയർ ചെയ്യുന്നുണ്ട്. പക്ഷെ AI എഞ്ചിനീയർ മോഡൽസ് ഒന്നും അല്ല ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ പുതിയ AI അങ്ങനെ ഒരു സാധനം ചെയ്യുന്നില്ല. ഞങ്ങളുടെ കേസ് ഡിഫറെന്റ് ആണ്. ഞങ്ങൾ AI എഞ്ചിനീയർ പ്രോപ്പർ മോഡൽസ് ആണ് ഡെവലപ്പ് ചെയ്യുന്നത്, പ്രോപ്പർ മോഡൽസ്. അത് അങ്ങനത്തെ കേസ്. അപ്പൊ നമ്മൾ എപ്പോഴും കെയർഫുൾ ആയിട്ട് ഇരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ആ റെസ്പോൺസിബിലിറ്റി ഒന്ന് ക്ലാരിറ്റി, നിങ്ങൾക്ക് തന്നെ ക്ലാരിറ്റി വരുത്തണം എന്ന് വെച്ചാൽ എന്താണ് ഇവിടെ റെസ്പോൺസിബിലിറ്റി. ഈസിയർ ഇസ് ടു ഗെറ്റ് എ കോണ്ടെക്സ്റ്റ് ഓഫ് ഓൾ ഓഫ് ദീസ് LLMs ആൻഡ് അണ്ടർസ്റ്റാൻഡ് ഹൗ ടു ഇന്റിഗ്രേറ്റ് ഓൾ ഓഫ് ദീസ് LLMs. ഒരു ആള് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കുറെ സാധനങ്ങൾ റാഗ് ഉണ്ട്, ടൂൾ ചെയിൻസ് ഉണ്ട്, ഈ കോൺസെപ്റ്റ് ഒക്കെ നമുക്ക് ഒരു ബാക്ക് എൻഡ് ഡെവലപ്പർ ആണെങ്കിലും ഓൾ ഓഫ് ദിസ് മാനേജ് ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല യൂസ് ഉണ്ടായിരിക്കും. മോർ ഓപ്പർച്യൂണിറ്റീസ് ഇസ് വാട്ട് ഐ ഫീൽ, ബട്ട് ലേണിംഗ് എ മെഷീൻ മോഡൽ ഇസ് മോർ ഹാർഡർ. ഡേറ്റ സയന്റിസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് വേണം. കറക്റ്റ്. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ വേറെ ടൂൾസിന് എന്തെങ്കിലും, ലൈക്ക് ഇപ്പൊ ഒരു സ്റ്റുഡന്റ്, ഇപ്പൊ ഒരു പുതിയ ഒരാള് കയറുവാണെങ്കിൽ, വിച്ച് ആർ ദ ടൂൾസ് ദാറ്റ് യു റെക്കമെൻഡ് ടു നോ, ഗെറ്റ് എൻ ഐഡിയ ഓഫ്? ഗിറ്റ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു AI ചാറ്റ് ബോർഡ് അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ, ChatGPT, Claude, ആ ഒരു സാധനത്തിനെ കുറിച്ച് നമുക്ക് നോളജ് ഉണ്ട്, അല്ലെങ്കിൽ ഈ ഒരു സാധനം എനിക്ക് ഇൻഫർമേഷൻ തരും എന്ന് മനസ്സിലാക്കി നമുക്ക് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ലൈക്ക് പിന്നെ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ച് റിസർച്ച് ചെയ്ത് നമുക്ക് അവിടെ നിന്ന് പോവാം. ഫണ്ടമെന്റൽ നോളജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ഇന്റർനെറ്റ് വേണം, ഇത് ChatGPT ഉണ്ടെന്ന് മനസ്സിലാക്കണം. ഇത്രയും മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മോട്ടിവേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് ചെയ്യാം. എൻ്റെ രീതിയിൽ നിങ്ങൾ ബേസിക്കലി നിങ്ങൾ ചൂസ് ചെയ്തേക്കുന്ന ഒരു ഫീൽഡ് അനുസരിച്ചും കൂടെ ഇരിക്കും. നിങ്ങളിപ്പോൾ ഫ്രണ്ട് എൻഡ് എഞ്ചിനീയറിംഗോ അങ്ങനത്തെ എന്തെങ്കിലും എഞ്ചിനീയേഴ്സ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഇപ്പം KP പറഞ്ഞ പോലെ കർസർ ഓർ എനി കൈൻഡ് ഓഫ് ChatGPT ഓർ Claude ഓർ സംതിങ് യു ഹാവ് ടു ബി റിയലി, നിങ്ങൾ
ഇറ്റ് ഷുഡ് നോട്ട് ബി ലൈക്ക് റീസെൻ്റ്ലി ഒരു ആളെ നമ്മളെ കമ്പനിയിൽ എങ്ങാണ്ട് ഇന്റർവ്യൂ ചെയ്തപ്പോൾ അയാൾക്ക് ആന്ത്രോപ്പിക് പോലും അറിയത്തില്ല. No context. So you should not be blank because that's like a clear proof that you're not getting updated. You're not being updated with technology. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ ഫീൽഡിലാണെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു ഐഡിയ വേണം ഈ ഫീൽഡിനകത്ത് എന്തൊക്കെ നടക്കുന്നുണ്ട്. ഇൻ കേസ് നമുക്ക് അറിയത്തില്ലെങ്കിൽ പോലും ഹൈ ലെവൽ ഐഡിയ വാട്ട് നീഡ്സ് ടു ബി ഡൺ. അപ്പോൾ ഓവറോൾ നിങ്ങളിപ്പോൾ ഒരു ഡെവലപ്പർ ആണെങ്കിൽ ചാറ്റ് GPT ക്ലൗഡ് കോഡോ ഇങ്ങനെ എന്തെങ്കിലും അറിയണം. അതർ ദാൻ ദാറ്റ് ഓരോ ബാക്കെൻഡ് ആണെങ്കിൽ യു വിൽ ഹാവ് സം API റിലേറ്റഡ് ടൂൾസ് ലൈക്ക് പോസ്റ്റ്മാൻ, ഗിറ്റ്, അങ്ങനത്തെ കുറച്ച് ടൂൾസ് ഉണ്ട്. ഫ്രണ്ട് എൻഡ് ആണെങ്കിൽ നിങ്ങൾ ഫിഗ്മ അങ്ങനത്തെ ടൂൾസുമായിട്ട് കമ്പാറ്റബിൾ ആയിരിക്കണം. ഡിസൈനേഴ്സ് ആണെങ്കിൽ ഫിഗ്മ അറിഞ്ഞിരിക്കണം. ഓൾസോ ഇൻ ടേംസ് ഓഫ് AI ആണെങ്കിലും എല്ലാ ഫീൽഡ് എടുത്ത് നോക്കിയാലും എല്ലാവർക്കും ലെറ്റ് ഇറ്റ് ബി ഡിസൈനർ ഓർ ഡെവലപ്പർ, എവറി വൺ ഷുഡ് ഹാവ് AI in picture. എന്നാലും നിങ്ങൾക്ക് മൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ബിക്കോസ് ഇപ്പോഴത്തെ കേസിൽ എനിക്ക് തോന്നുന്നു എവറി കമ്പനി ഈസ് മൂവിങ് സോ ഫാസ്റ്റ്. ഇപ്പോഴത്തെ റിലീസ് സൈക്കിൾ നോക്കിക്കഴിഞ്ഞാലും ഭയങ്കര ഫാസ്റ്റർ റിലീസ് സൈക്കിൾ ആണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് QAസിന് ഭയങ്കര വാല്യൂബിൾ ആണ്. ബിക്കോസ് ഇത്ര ഫാസ്റ്റിൽ റിലീസ് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി ബഗ്സിന്റെ സംതിങ് വിൽ ബ്രേക്ക്. അപ്പം ഐ തിങ്ക് ഇതൊക്കെയാണ് നമ്മൾ മെയിൻലി ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചപ്പോൾ. ലൈക്ക് ഇഫ് യു ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് ആസ് എ ഡെവലപ്പർ മേജർ തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ എന്തായാലും ഉണ്ടായിരിക്കണം. ലൈക്ക് ആ ഐഡിയ ഉണ്ടാകുന്നത് ബേസിക്കലി നമ്മുടെ നെറ്റ്വർക്കിലൂടെ സംസാരിക്കുമ്പോഴാണ്. നമ്മൾ സംസാരിക്കുമ്പോഴേ നമുക്ക് ആ ഒരു കോണ്ടെക്സ്റ്റ് കൂടുതലായിട്ട് കിട്ടത്തുള്ളൂ. ലൈക്ക് ദാറ്റ്സ് ദ തിങ്. And that's what we wanted to share. So hope you like this episode. So വീണ്ടും കണ്ടുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ ക്വയറീസോ നമ്മുടെ ഉണ്ടെങ്കിൽ you can visit our Instagram or personal DM us, whatever it is. We will be always happy to answer you guys. And thank you. Until next episode. Bye-bye. Bye.